അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഒരു അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ. പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഹൃദയം കൊണ്ട് കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പം നമ്മൾ സൂറത്തുൽ ഹദീദ് 22 ആയത്ത് എടുത്ത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ 23 ആയത്ത് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പ് ആരെങ്കിലും നോക്കിയിരുന്നാ? ഒരുപാടുണ്ട്. ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി, എന്നാലും ഇനി ഒരുപാടുണ്ട് അത് പറയാന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സമയവും സൗകര്യവും ഉള്ളവർ പിന്നെ അതൊന്ന് വായിച്ചെടുക്കാൻ നോക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. കുറേ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിനി, ഇപ്പോൾ വായിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ മിഞ്ഞാന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിട്ടില്ലേ ഇബാദത്തിൻ്റെ മാധുര്യം ലഭിക്കാൻ. ശരിക്കും അന്ന് ഞാൻ തിങ്കളാഴ്ച സാധാരണ നമ്മൾ ആലിമ്രാൻ എടുക്കുന്ന ദിവസമല്ലേ. പിന്നെ കുറേ ആൾക്കാർ പഠിച്ചിട്ടില്ല എന്നല്ല സുമി പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച ഹജ്ജിൻ്റെ അന്നേ നമ്മൾ പിന്നെ മറ്റേ ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നുള്ളതിൽ നമ്മൾ തുടങ്ങി വെച്ചതുണ്ടല്ലോ, അതിൻ്റെ ബാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കുക, അങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാനിങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഒരു ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ട് ഇബാദത്തിൻ്റെ മാധുര്യം ലഭിക്കുക എന്നുള്ളത് കണ്ടപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഇത് ഞാൻ കേട്ടാൽ മാത്രം പോരാ, എന്തായാലും പിന്നെ നിങ്ങളോടെല്ലാം അങ്ങനെയാണ് ഞാൻ അത് ശരിക്കും അത് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ 3 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ഫുള്ളും പോയിന്റ് നോട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ബാക്കി ഞാൻ കേട്ട് ആ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ശരിക്കും സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സുറച്ചു വന്നത് നമ്മളെ ഈ ഖുറാൻ്റെ പഠനമാണ്. ശരിക്കും ആ ഒരു ഫുള്ള് വന്നത് അതാണ് കൂടുതൽ. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന വെച്ചാൽ, നമുക്ക് ഈ ദുനിയാവിൽ അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പിന്നെ പ്രതിഫലം നമുക്ക് ആഖിറത്തിലാണ് അതിൻ്റെ പ്രതിഫലം. പക്ഷെ ദുനിയാവിലും തരും എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? ദുനിയാവിൽ തരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലൂടെയുള്ള ആശ്വാസവും സന്തോഷവും ആ ഒരു ആനന്ദമൊക്കെ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇപ്പം തഫ്സീർ ക്ലാസ്സിൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ആയിഷാനോട് പറയും, എന്താ പറയാൻ കിട്ടുന്നില്ല, എന്തോ ഉണ്ട് അല്ലേ? അതിലെന്തോ ഒരു നിർവൃതി, ആത്മനിർവൃതി എന്നെല്ലാം പറയുന്ന വാക്കുകളല്ലേ ഇപ്പാന്ന് ഉപയോഗിക്കുന്നത്. എന്താണ് അത്? ഭയങ്കര ഒരു സന്തോഷവും എന്തോ ഒരു നിധിയെല്ലാം എന്തോ കാര്യമായിട്ട് എന്തോ കിട്ടിയ പോലത്തെ ഒരു ഭയങ്കര സന്തോഷം. അതെ, സുബ്ഹാനല്ലാഹ്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്തോ കാര്യമായിട്ട് കിട്ടിയ പോലത്തെ ഒരു ആനന്ദം. അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നുമില്ല, പ്രകടിപ്പിക്കാനും കഴിയുന്നില്ല. പക്ഷെ എന്തോ ഒരു ഫീൽ ചെയ്യുന്നു. പക്ഷെ ഈ ഒരു അനുഭൂതി, അതെ അതെ അതെ. പിന്നെ അപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും അത് ആ ഒരു അള്ളാഹുവിലുള്ള ആ സ്വീകാര്യതയോട് കൂടി നമുക്ക് തരുന്ന ആ ഒരു പ്രതിഫലം തന്നെ ആയിരിക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ ആസ്വാദനത്തോടെ തന്നെ ഖുർആനിനെ പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഖതമെല്ലാം ഓതുമ്പോൾ പല തവണ നമ്മൾ ഓതിപ്പോയ ആയത്തുകളാണ് പിന്നെയും നമ്മൾ ഓതുന്നത് അല്ലേ? പക്ഷെ ഇപ്പോൾ പിന്നെ എന്തോ ഒരു പ്രത്യേകത, സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തുകൾ കാണുമ്പോൾ പിന്നെ സൂറത്തുൽ മാഇദ ഓതുന്ന സമയത്ത് അതിന് എത്ര പ്രാവശ്യം യാ അയ്യുഹല്ലദീന ആമനൂ വന്നെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ശരിക്കും ഭയങ്കര ആശ്ചര്യം. അത് ആദ്യം ശ്രദ്ധിക്കലുണ്ട്. വലൈക്കും സ്സലാം. ശ്രദ്ധിച്ചിട്ട് തന്നെ ഓതല്. നമ്മൾ ഓരോ സമയത്ത് നമുക്ക് ഓരോ ശ്രദ്ധയാണല്ലോ. ഓരോ കാര്യങ്ങൾ ഞാൻ പൊതുവേ എൻ്റെ ഖത്തമൊന്നും ഇങ്ങേ ചെയ്യില്ല, ഒന്നും ഓതി തീരൂല. കുറേ സമയം, ഒന്നാമത് ഓതാനൊക്കെ കുറച്ചധികം സമയം വേണം. പിന്നെ അത് ഓതി ചിലതെല്ലാം ഞാൻ പിന്നെയും റിപ്പീറ്റ് ഓതും. പിന്നെ കണ്ടത് ദുആ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആവും. കുറേ ഖത്തമൊന്നും എനിക്ക് എന്തായിട്ട് തീർക്കാൻ കഴിയലില്ല. പക്ഷേ ഇപ്പോൾ ഓതുമ്പോൾ
പിന്നെ ഒന്നുകൂടി എന്തോ പിന്നെ ഒരു ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. പഠിക്കാത്ത സൂറത്ത്, ഞാൻ സൂറത്തുൽ മാഇദ പഠിക്കണമൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതായത് ബഖറ, ആലിമ്രാന്, നിസാ, അതെല്ലാം പിന്നെ അത്യാവശ്യം അതിലെ എന്താണെന്നുള്ളത് അറിയാം. ഹിഫ്ള് കുറച്ച് കുറച്ച് ഹിഫ്ളും ചെയ്തതിന്, പക്ഷെ അത് പഠിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള കുറേ സൂറത്തുകൾ അർത്ഥം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, തഫ്സീർ ഒരുപാട്. പക്ഷെ സൂറത്തുൽ മാഇദ അങ്ങനെ തീരെ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. പക്ഷെ ഇപ്പൊ ഓതിയപ്പോ ഇല്ലേ, കുറേ ആയത്തെല്ലാം അറിയുന്ന ആയത്തുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പല ക്ലാസ്സിലും അവിടുന്ന് ഇവിടുന്നെല്ലാം നമ്മൾ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് ഏകദേശം അതിലുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ പോലെ അറിയാം. സുബ്ഹാനല്ലാഹ്. വായിച്ചിട്ട് ഓതിയിട്ട് മതിയാകാത്ത പോലെ പിന്നെയും അതന്നെ ഓതിയാലോ എന്നിങ്ങനെ വിചാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമുക്ക് ഇങ്ങനെ ഖുർആനിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനിയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങി അല്ലേ, എന്താണ് അള്ളാഹു തആല ഇതിലൂടെ നമുക്ക് വെച്ചിട്ടുള്ളത്, നമുക്ക് വിളമ്പി വെച്ചിട്ടുള്ളത്, അത് നമുക്ക് കിട്ടണ്ടേ അല്ലേ. അള്ളാഹു എല്ലാവരും എത്തിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ് ആയാലും ഒരു ക്ലാസ്സും മിസ് ചെയ്യാനൊന്നും തോന്നുന്നില്ല അല്ലേ. ഒന്നും കേൾക്കാണ്ടിരിക്കാനും തോന്നുന്നില്ല, പഠിക്കാണ്ടിരിക്കാനും തോന്നുന്നില്ല. അല്ലാഹു അക്ബർ. അതെ അതെ, അൽഹംദുലില്ലാ. എല്ലാത്തിലും നമുക്ക് മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതിന് ഓരോന്നിലും നമുക്ക് എന്തൊക്കെയോ കിട്ടുന്ന പോലത്തെ ഒരു ഇത് അല്ലേ. അൽഹംദുലില്ലാ. പക്ഷെ ഈ നല്ലതായ ഈ അവസ്ഥ അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് കുറയും കൂടും ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. നല്ല കൂടിയ അവസ്ഥയിൽ തന്നെ അള്ളാഹു മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഖുർആനിന്റെ കാര്യം എന്ന് പറയുന്നത്, ഖുർആന് ബർക്കത്താന്ന് പറയുന്നത് അത് ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഖുർആൻ കൊണ്ട് ഓരോ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മളെ സമയത്തിലും എല്ലാത്തിലും നമുക്ക് അള്ളാഹു ബർക്കത്താക്കി തരും. നമ്മളെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പാക്കി തരും. ഒരു ചെറിയൊരു അനുഭവം പറയാം, റെക്കോർഡ് ചെയ്യുന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ പിന്നെ ഇന്നലെ ഞാൻ ഇരിക്കൂർ ക്ലാസ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് രാവിലെ 9:30 പോയതാ. എന്നിട്ട് വൈകുന്നേരം ആയിന്, 4 മണിയായിന്, 3:45 വീട്ടിലെത്തുമ്പോൾ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഹെൽപ്പിന് വരുന്ന ആൾ വന്നിട്ടും ഉണ്ടായിട്ടില്ല. ഒരുവിധം ഒപ്പിച്ചിട്ട് പോയതാ. പിന്നെ വന്നിട്ട് പിന്നെ ഏകദേശം അസ്ർ ബാങ്ക് കൊടുക്കാനായില്ലേ. ഉപ്പാക്ക് വേഗം ചോറെല്ലാം കൊടുത്ത് പിന്നെ അസ്ർ നിസ്കരിച്ചിട്ട് കുറച്ച് സമയം നിസ്കാരപ്പായിൽ ഇങ്ങനെ ഇരിക്കുന്ന ദിക്റെല്ലാം ചൊല്ലുന്ന സമയം മുറ്റത്ത് നിറയെ ചപ്പുണ്ട്. കാറ്റായിട്ട് എന്താണെന്നറിയില്ല, 2 ദിവസമായി ശരിക്കും അടിച്ചു പറഞ്ഞാൽ. വലിയ തേക്കിൻ്റെ ഇലയുമാണ്, 2 മരമുണ്ട്. നിറയെന്ന് വെച്ചാൽ വന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ കയറി വരുമ്പോൾ തന്നെ, പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ഒന്നാമത് ഫീൽ ആവുമല്ല. പടച്ചോനെ, പിന്നെ മുറ്റൊന്ന് അടിക്കണമെന്നുണ്ട് എന്തായാലും. പക്ഷെ ഞാൻ മഗ്‌രിബിന് മുമ്പ് നാസ്തൻ്റെ പണി എടുത്ത് തീർക്കുന്ന ആളാണ്. കാരണം ഇവർ മഗ്‌രിബ് കഴിഞ്ഞപാട് ചിലപ്പം വേഗം വരും, വിശന്നിട്ടാ വരാം. അപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പണ്ടേ അസറിന് കഴിഞ്ഞ് മഗ്‌രിബിന് മുമ്പായിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് പണി തീർക്കുന്ന ആളാണ്. അപ്പോൾ നാസ്തി ഉണ്ടാക്കണം, പിന്നെ ഈ പണിയുണ്ട്. ഇത് കണ്ടിട്ടാണ് എനിക്ക് അത് ഭയങ്കര അസ്വസ്ഥത. പോയി വന്നതിൻ്റെ ആ ക്ഷീണം അതും ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു പോയെല്ലാം വന്നിട്ടാകുമ്പോൾ നല്ല ചൂട് തുടങ്ങിയില്ലേ. ചൂട് കൊണ്ട് ഈ ദാഹം വെള്ളം കുടിച്ച് വയറിങ്ങനെ പൊട്ടാനായ പോലെ, വെള്ളം അത്രക്കൊന്നും ഒരു ദാഹം തീരാത്ത പോലെ. കുറേ ചൂടുവെള്ളം കുടിച്ച്, എന്നിട്ട് ദാഹം തീരിയിട്ട് ഉപ്പിട്ടിട്ട് തണുത്ത വെള്ളം കുടിച്ച്, അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെയുള്ളത് എന്നിട്ട് ഞാനിങ്ങനെ ദിക്ർ ചെയ്ത് ദുആ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ പിന്നെ കുറച്ച് നമ്മളൊരു റമദാനിന് മുന്നോടിയായിട്ട് ഓരോ പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ എല്ലാ നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ഖുർആൻ ഓതാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. ഇങ്ങനെ കുറച്ച് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ മുമ്പിലുണ്ട്. അത് ചെയ്യണോ ഇത് ആദ്യം ഒന്ന് കുറച്ച് വേവ് അടിച്ചിട്ട് ബാക്കി നാസ്തൻ്റെ പണി, അങ്ങനെയെല്ലാം മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ച് എല്ലാം അടക്കട്ട് ഖുർആൻ ഓതാന്ന് വിചാരിച്ച്. അതെല്ലാം അടക്കട്ടെ, ഏതായാലും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യമുണ്ട്. റിഫ്ലക്ഷൻസ് ഗ്രൂപ്പിൽ കുറേ വോയിസ് ഉണ്ട്. ഇതെല്ലാം കേൾക്കാൻ ഇങ്ങനെ മുട്ടുന്നു. കുറേ ലൈക്ക് ഇട്ടത് ഇതെല്ലാം അതും കാണുന്നു. അതും കേൾക്കണമെന്നുണ്ട്, അത് കേൾക്കണമല്ലേ, ഇത് ചെയ്യണോ, ഇതെല്ലാം കുറേ എനിക്ക് അയച്ച മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുണ്ട്. എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ച് മതി എല്ലാം അവിടെ വെക്കാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് ഞാൻ മുസാഫ് എടുത്തിട്ട് ഖുർആൻ ഓതി.
ഖുർആൻ ഓതി ഒരു 2 പേജ് ഓതാന്ന് വെച്ചിട്ട്, പക്ഷെ എന്തോ ഭയങ്കര ഒരു ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ സുഹൃത്ത് മായിദേന്ന് ഓതുന്നുണ്ടായേ, എന്തോ ഒരു ഭയങ്കര ഇഷ്ടം, അത് ഓതി തീർക്കണമെന്ന് തന്നെ, പിന്നെ നിർത്താൻ തോന്നുന്നില്ല. അങ്ങനെ അത് ഓതി കഴിഞ്ഞ് അൽഹംദുലില്ലാ എന്തോ റാഹത്തായി. ഞാൻ മുസാഫ് അവിടെ വെച്ചിട്ട് നിസ്കാരപ്പയിന്ന് എണീച്ചില്ല, അപ്പോഴും ആരോ ബെല്ലടിക്കുന്നു. അല്ലാണ്ട് റബ്ബേ ആരാന്ന് വിളി. നോക്കുമ്പോ നമ്മളൊരു സ്റ്റുഡന്റ് അനക്ക് ഫുഡ് കൊടുത്തയച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. ഞാൻ അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിനെ കുറേ സ്തുതിച്ച് ഞാൻ വിചാരിക്കുന്നു പഠിച്ചോനെ, ഞാൻ ശരിക്കും ഞാൻ വിചാരിക്കുന്നു ആ ഖുർആൻ ഓതിയതിന്റെ ബർക്കത്താ പറ്റാന്ന് തോന്നും. പിന്നെ ആടെ വന്നത് ഞാൻ അൽഹംദുലില്ലാ വേഗം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ച് റാഹത്തില് മുറ്റെല്ലാം നല്ല വൃത്തിക്ക് അടിച്ച്, മുറ്റടിക്കുന്ന സമയത്ത് വോയിസ് എല്ലാം കേട്ട് ഓരോന്നിനും മറുപടി കൊടുത്തോണ്ടും പിന്നെ അൽഹംദുലില്ലാ ശരിക്കും ആ അല്ല അങ്ങനെ വരുത്തുണ്ട്, അങ്ങനെ എടുക്കാൻ അങ്ങനെ കിട്ടീനെ. ഖുറാൻ ക്ലാസ് കഴിഞ്ഞ ബുധനാഴ്ച ഇതുപോലെ ഉണ്ടായിട്ട്, അന്ന് എനിക്ക് ഒരാൾ ഇതുപോലെ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മുറ്റടിച്ച് വരുത്തട്ടെ മോളെന്ന് വെച്ചിട്ട് അടിച്ചു. സുബ്ഹാനല്ലാഹ്, ശരി ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നല്ല എനിക്ക് മുറ്റടിക്കാൻ കഴിയാണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കണ്ടപ്പോ പിന്നെ നമ്മളൊരു പ്രത്യേക ഒരു എനർജി ആയില്ലേ. ഏഹ് അല്ല ഞാൻ അവിടെ ശരിക്കും ഞാൻ മനസ്സിലാക്കി വെച്ചാൽ, ഞാനിപ്പോ നമ്മൾ എന്ത് കാര്യം ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ഇല്ലേ, ളുഹാ നിസ്കരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലില്ലേ എല്ലാത്തിനും ഒരു ഈസി ആവേ, എല്ലാവരും എളുപ്പം. നേരെ മറിച്ച് അത് തിരക്കാന്നല്ലോ മതി ഇനിയിപ്പോ ഒട്ട് സാരില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ളുഹാ നിസ്കരിക്കാണ്ട് ഇറങ്ങിയെങ്കിലേ അന്ന് എന്തെല്ലോ നമുക്ക് കുറേ മുടക്കങ്ങളായിരിക്കും. ഒരു ഒരുക്കക്കുറവായിരിക്കും. അതെ ശരിക്കും ഞാനത് രാവിലെല്ലാം തന്നെ നമ്മളെപ്പോഴും രാവിലെ ഒരു ഖുറാൻ 2 പേജ്, അങ്ങനെ ഒരു 2 പേജ് തീരുമാനിച്ചാലില്ലേ നമുക്കൊരു 2 പേജിലും നിർത്താൻ തോന്നൂല അല്ലെ, കുറച്ചധികം ഓതണമെന്ന് തോന്നും. അറ്റ്ലീസ്റ്റ് ഒരു 2 പേജെങ്കിലും ഓതണമെന്നുള്ളതാണ് തീരുമാനം എടുക്കുക എല്ലാ വക്തിന്റെ സമയത്തും. അങ്ങനെയുള്ള ശരിക്കും അത് ഖുർആൻ എന്ന് പറയുന്നത് ബർക്കത്താന്ന് പറയുന്നത് ചെറിയൊരു ഉദാഹരണം മാത്രം. ഇത് എനിക്കൊരു ഭയങ്കര സന്തോഷമായി പോയി ശരിക്കും. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അള്ളാഹ് എല്ലാം എളുപ്പാക്കി തന്ന്. എന്നിട്ട് ഇന്ന് രാവിലെ എൻ്റെ മാപ്പിള പോകാൻ ഇറങ്ങിയാലോ, പിന്നെ മുറ്റത്തില്ല ഒരു ഇലവരും വീണിട്ടില്ല. എന്നിട്ട് ഇവരെന്നോട് പറയുന്നു കറാമത്തിന്റെ ആള് അടിച്ചു വാരിച്ച് മുറ്റത്ത് ചപ്പൊന്നും വീണിട്ടില്ലല്ലോ. അല്ലാഹു അക്ബർ. അല്ലാ അല്ല ശരിക്കും പറഞ്ഞാൽ വീഴേണ്ടതാണ് കണക്ക് പ്രകാരം, പക്ഷെ എന്താന്ന് അറിയില്ല. അല്ലാ എന്റെ റിസ്വാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കും ഇപ്പൊ പോയാല്. അല്ലാ എന്തായാലും ഇതുപോലെ ഇപ്പൊ ഇന്നലെ ആയിഷ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട് ദുആ ചെയ്തിട്ട്. പിന്നെ ഞാൻ പണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രാർത്ഥിച്ചുകൊണ്ടാ ഞാൻ ചെയ്യല്. എന്ത് രാവിലെ ഉറങ്ങി എണീച്ചാൽ മുതൽ അള്ളാഹിനോട് പറയാൻ തുടങ്ങും, എളുപ്പാക്കി തന്നെ എളുപ്പാക്കി തന്നെ എളുപ്പാക്കി തന്നെ ഓരോന്നും. അത് എല്ലാം അള്ളാഹ് ഈസി ആക്കി തരും ചെയ്യും. അങ്ങനത്തെല്ലാം ചിലപ്പം മറന്നു പോയാലോ അതിനനുസരിച്ചിട്ട് ഒരു പ്രയാസം വരാറുമുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനും ദുആ ചെയ്യാന്നുള്ളത് മുമ്പും അൽഹംദുലില്ലാഹ് കുറേ മുമ്പേ അതൊരു ഒരു ഇതാണ്. പഠിച്ചവരോട് പറയാണ്ട് ശരിയാവുകയേ ചെയ്യില്ല. എന്ത് കാര്യമായാലും അല്ലേ അള്ളാഹിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞിട്ട് തന്നെ എല്ലാ കാര്യവും അള്ളാഹ് സാധിപ്പിച്ചു തരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ ഖുർആൻ എന്നുള്ളത് നമ്മളൊരു പിന്നെ നിസ്സാര കാര്യമല്ല അത്. അത് അതിലൊരുപാട് ഹൈറുണ്ട്, ബർക്കത്തുണ്ട്. എല്ലാ നിലക്കും നമ്മളെ സമയത്തിലായാലും നമ്മളെ ആരോഗ്യത്തിലായാലും എല്ലാത്തിലും അല്ലാഹു തആല നമുക്ക് അതിൽ ബർക്കത്ത് ചെയ്തു തരും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഏത് വിഷയത്തിലാണോ നമ്മൾ മുന്നോട്ട്, അതായത് നമ്മൾ പിന്നെ ഏതിലേക്കാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ആ കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരും എന്നല്ലേ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ നന്മയിലേക്ക് ധൃതിപ്പെടുമ്പോൾ അള്ളാഹു തആല നമ്മുടെ മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അള്ളാഹു തആല തുറന്നു തരും ഇൻഷാ അല്ലാഹ് തീർച്ചയായും. അപ്പം നമ്മളെ വിശ്വാസം വർദ്ധിക്കാനും പിന്നെ നമുക്ക് അമലു സാലിഹാത്തുകൾ ഒരുപാട് ചെയ്യാനും ഒക്കെ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.
അപ്പൊ നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്തോട് കൂടിയിട്ട് ഓതേ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. നമുക്കോ നമ്മളെ ഈ ഭൂമിയിലോ നമ്മുടെ സ്വന്തത്തിനോ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം എല്ലാം നേരത്തെ കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ എന്താകുന്നത്, സംഭവിക്കുന്നത്. പിന്നെ അത് എന്തിനു വേണ്ടിയാണെന്നും കൂടിയാ പറയുന്നത്. ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. അല്ലേ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാനും സങ്കടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകിയതിൻ്റെ പേരിൽ കൂടുതൽ സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും നേടാതെ പോയതിൻ്റെ പേരിൽ, നമുക്ക് ലഭിക്കാതെ പോയതിൻ്റെ പേരിൽ ഒരു പ്രയാസം നമ്മളതിൻ്റെ പേരിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് കുറേ കിട്ടി എന്നതിൻ്റെ പേരിലും എന്താവേണ്ട, കൂടുതൽ നമ്മൾ സന്തോഷിക്കേണ്ട. എല്ലാം എന്താണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ നേരത്തെ എഴുതി രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ഒരാളെയും ഒരഹങ്കാരിയെയും അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ഈ എന്നിട്ട് അതിൻ്റെ അടുത്ത ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അല്ലേ. അതായത് എങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നതെന്നറിയോ? അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. അല്ലദീന യബ്ഖലൂൻ, അതായത് പിശുക്ക് കാണിക്കുന്നവർ. വയഅ്മുറൂന അന്നാസ, ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്ത്? ബിൽ ബുഖ്ലി, പിശുക്ക് കാണിക്കുന്നതിന്. വമൻ യതവല്ല, ആരെങ്കിലും തിരിഞ്ഞു പോയാൽ ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്, ഹമീദാണ്, സ്തുത്യർഹനാണ്. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും നന്മയോ യോഗ്യതയോ നേട്ടമോ എന്തെങ്കിലും കിട്ടിയാൽ അതൊരിക്കലും അതായത് നമ്മളെ യോഗ്യത കൊണ്ടല്ല ഒരിക്കലും നമുക്ക് അങ്ങനൊരു നേട്ടം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അതാണ്. പിന്നെ ചെലവഴിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു പിശുക്കും വരാൻ പാടില്ല
അതുപോലെ തന്നെ ഉണ്ടായതിൻ്റെ പേരിൽ ഒരു അഹങ്കാരം, ദുരഭിമാനം അതും പാടില്ല. കാരണം അങ്ങനെയുള്ളവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. ദുരഭിമാനിയായ, പൊങ്ങച്ചക്കാരനായ ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുമാത്രമല്ല പിശുക്ക് കാണിക്കുന്നവരെയും. അല്ലദീന യബ്ഖലൂന പറയുമ്പോൾ പിന്നെ അതായത് ഒരുപാടുണ്ട്, പക്ഷെ അത് സ്വന്തത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ പിന്നെ പിടിച്ചു വെക്കുന്ന ആളുകൾ അല്ലേ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെലവഴിച്ചാൽ അതാണ് നമുക്ക് എന്ത്, നമുക്ക് നേടിയത് അല്ലേ. നമ്മൾ നേടിയത് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ പിന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ഒരാൾ ബിസിനസ്സിൽ നല്ല നേട്ടമുണ്ടായി, ഒരുപാട് ലാഭമുണ്ടായി, അയാൾ അതിൽ ഒരു കാറ് വാങ്ങി. അത് അയാൾക്ക് നേട്ടമാണോ നഷ്ടമാണോ? അത് നഷ്ടം എന്ന് വെച്ചാൽ നഷ്ടം എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അത് നേട്ടമല്ല. എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് അതെന്താന്ന്, അയാൾക്ക് അല്ലേ നല്ല ഒരുപാട് പിന്നെയും പിന്നെയും അവരുടെ സൗകര്യങ്ങൾ അവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് അല്ലേ. നേരെ മറിച്ച് ആ കിട്ടിയതിൽ നിന്ന് അയാളൊരു സദഖ ചെയ്ത്, ഒരു പാവപ്പെട്ട ഒരാളെ സഹായിച്ച്, ഒരു അനാഥ മക്കളെ സംരക്ഷണത്തിന് വേണ്ടി അത് മാറ്റിവെച്ച്, ഇനി വേറെ എന്തെങ്കിലും ജാരിയായ ഒരുപാട് സദഖകളുണ്ടല്ലോ അല്ലേ, അങ്ങനെ ചെയ്താലോ, ഒരു പള്ളി നിർമ്മാണത്തിന്റെ ഇതിലേക്ക് കുറച്ച് കൊടുത്ത് അങ്ങനൊക്കെ ചെയ്താലോ, അതാണെന്ത്, അതാണ് അയാൾ നേടിയത് അല്ലേ. അല്ലാതെ പിന്നെയും പിന്നെയും ഒരു ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടായി, പിന്നെയും ഒരു ബിസിനസ് തുടങ്ങി, പിന്നെയും ഒരു ബിസിനസ് തുടങ്ങി, അതിൽ തന്നെ അയാൾ കെട്ടിമറിഞ്ഞ് ആ പൈസ ചെലവഴിക്കുകയെന്നെങ്കിലോ, അവിടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇല്ല. അവിടെ ശരിക്കും വരുന്നത് ഈ ഫഹ്റ വരുക. എനിക്ക് നല്ല എന്താ പറയാ സാമർഥ്യമുണ്ട്, എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും കൊണ്ടാണ് ഞാനിത് നേടുന്നത് എന്നുള്ള നിലക്ക്. എന്താണ് അതോ ചർച്ചാ ബാക്കിൽ എന്താണ് അല്ല അതെല്ലാം അല്ല അതെല്ലാം വേറെ വിഷയം വരുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നതും അതെല്ലാം നല്ല കാര്യം തന്നെ, അതിലെല്ലാം നന്മയുണ്ട്, അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ എല്ലാം ഈ ഒരു ചെലവാക്കാന്നുള്ള വിഷയം വരുന്നുണ്ട് അല്ലേ. എങ്ങനെയുള്ള ആളായാലും ഇപ്പൊ ജോലിക്കാരെ വെച്ചിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടല്ലേ പൈസ കൊടുക്കുന്നത് അല്ലേ. അത് അവരെ അധ്വാനത്തിനുള്ള പൈസ അല്ലേ. അതെ, അതിനെ കൊണ്ട് പിന്നെയും രണ്ട് ഭാഗവും നമ്മൾ നോക്കണം. അതാണ്, ഒന്ന് മാത്രം കെയർ ചെയ്യുമ്പോഴുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പൊ ജോലിക്കാരെ വെച്ചിട്ട് വീണ്ടും ബിസിനസ് പുരോഗതി ആക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലെപ്പോഴും എത്ര നമ്മൾ എത്ര സമ്പാദിക്കുന്നതിനെ കൊണ്ട് ഒരു തെറ്റുമില്ല. ബിസിനസ് എത്ര പിന്നെ ഉയർന്നതിലേക്ക് എത്തിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു പാവപ്പെട്ടവന്റെ ഒരു ഓഹരി ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പോകണം അല്ലേ. അതിലെ അർഹതപ്പെട്ട ആളുകളിലേക്കുള്ള ഇത് എത്തണം. അതിലാണ് ശരിക്കും ഹൈറും ബർക്കത്തും ഉണ്ടാവാനും. അതൊരു ബർക്കത്ത് തന്നെയാണ് എന്തായാലും. നമ്മൾ എത്രയായാലും പിടിച്ചു വെക്കാന്നുള്ളതാണ്. ഇവിടെ പിശുക്കാണ് ഉദ്ദേശിച്ചത്. ചില ആൾക്കാർ അങ്ങനൊന്നും കൊടുക്കൂല. ഇപ്പൊ ജോലിക്കാർ വെച്ച് കുറെ ജോലിക്കാരുണ്ടാകുമ്പോൾ അവർ പണിയെടുത്തതിന് അവർക്ക് പൈസ കൊടുക്കുന്നു. അത് അവരുടെ അധ്വാനത്തിന്റെ ഫലം അവർക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അതിലും അയാൾക്ക് എന്തേ ഉള്ളൂ, അയാൾക്ക് ലാഭമല്ലേ ഉള്ളൂ, ദുനിയാവിൽ ലാഭം തന്നെയല്ലേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ഒരു ജോലിക്കാരനെ വെച്ചിട്ട് പണിയെടുപ്പിക്കുമ്പോൾ അയാൾക്ക് എന്താ നഷ്ടം ഉണ്ടാ? അവർ പണിയെടുത്തതിനല്ലേ അവർ പൈസ കൊടുക്കുന്നത് അല്ലേ. അതെല്ലാം അതിൻ്റെതായ ഭാഗങ്ങളിൽ അതങ്ങനെ പോകും. പക്ഷെ നമ്മൾ അതായത് എത്ര തന്നെ നമ്മളടുത്തുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ എന്താക്കണം, ചെലവഴിക്കണം. അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. അതിലാണ് അതിൽ ഹൈറുണ്ട്, അതിൽ ബർക്കത്തുണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ,
നമ്മളെ ഇതുകൊണ്ട് ഒരുപാട് സന്തോഷിപ്പിക്കും, നമ്മളെ സമ്പത്തും ഈ സൗകര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ പിന്നീട് നമുക്ക് എന്ത് വരും? അതിൽ ഖേദം വരും. അത് മാത്രമല്ല, അതെല്ലാം ഈ ദുനിയാവിൽ തന്നെ എന്താവും പറയോ, നശിച്ച് ഇല്ലാണ്ടായിത്തീരുന്ന ഒരവസ്ഥയും വരും എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളടുത്ത് ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ ഈ പറഞ്ഞ ഒന്നുകിൽ പിശുക്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ പെരുപ്പം കാണിച്ച് ആൾക്കാരുടെ മുമ്പിൽ പിന്നെ ഇവിടെ ഈ ഒരു ആയത്തിന്റെ വിശദീകരണം പറയുന്നത് എന്താ പറയുക, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന നാസ ബിൽ ബുഖ്ലി പറയുന്നില്ലേ, അതെന്താ ജനങ്ങളോട് പിശുക്ക് കൽപ്പിക്കുന്നു എന്നുള്ളത് എന്താണ് അവിടെ വരുന്നത്? അതെന്താ അറിയോ, ഇപ്പം ഒരാള് പിന്നെ നല്ലപോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നു, പക്ഷെ അയാള് പിശുക്കനാണ്, ചെലവഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര പിശുക്ക്, ആർക്കെങ്കിലും കൊടുക്കുന്ന വിഷയത്തിലായാലും സ്വന്തം കാര്യത്തിന് പോലും, അതാണ് പിശുക്ക് എന്ന് പറയുന്നത് അല്ലേ. ആവശ്യത്തിന് തന്നെ എന്താക്കൂല, ചെലവാക്കൂല. ആ അങ്ങനെയുള്ളത്. അപ്പോ ഇതില്ലേ, എന്ത് സ്വഭാവം ഇല്ലേ കൂടെയുള്ള ആളുകൾക്ക് പകരാൻ സാധ്യത ഉണ്ട്. നല്ലതാണെങ്കിലും അതും പകരും അല്ലേ. അങ്ങനെയല്ലേ, ചന്ദനം ചാരി ചന്ദനം, ചാണകം ചാരി ചാണകം മണക്കുന്നല്ലേ നമ്മൾ പറയില്ലേ പഴഞ്ചൊല്ല്. അതുള്ളത് തന്നെയാണ് അല്ലേ. നമ്മള് കൂടെ ഉള്ള ആൾക്കാരെ പോലെയാ നമ്മൾ ഉണ്ടാവുക. ഇപ്പൊ ഈ വലിയ ഈ മുതലാളി പിശുക്കനാണെങ്കിലേ അയാളെ തൊഴിലാളിയും ചിലപ്പോ എന്തായിരിക്കും, അത് കണ്ടിട്ട് വളരുമ്പോ അതുപോലെ ആകാൻ സാധ്യത ഉണ്ട്. പക്ഷെ ചിലപ്പോ അങ്ങനെ അല്ലാണ്ടും ആവും കേട്ടോ. ഇപ്പം പിന്നെ ഉപ്പ അങ്ങനെയാന്ന് വിചാരിച്ചപ്പോ ചിലപ്പോ മക്കൾ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ചില മക്കൾ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകാന്, അങ്ങനെയും ആവുമല്ലോ. അപ്പൊ അതാണ് ആ രീതിയിലും. പിന്നെ അതായത് ഒരാൾക്കൊരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും അത് പകരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പിന്നെ ആ ഒരു എന്താ അത് പിന്നെ വയഅ്മുറൂന നാസ ബിൽ ബുഖ്ലി എന്നുള്ളത് പറയുന്നത്. നമ്മൾ ശരിക്കും നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും നന്മയിലേക്ക് നയിക്കുന്നു പറയുന്നത്, നല്ല സ്വഭാവങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് പകർത്താൻ തോന്നും അല്ലേ. അപ്പൊ സ്ഥിരമായി സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന ഒരാളെ കൂടെയാണ് സഹവസിക്കുന്നതെങ്കിൽ ഈ കൂടെയുള്ള ആൾക്കും തോന്നും അല്ലേ, ഇവരെല്ലാം എപ്പോഴും സുന്നത്ത് നോമ്പൽ എടുക്കുന്ന ഞാനിക്കും എടുത്തുകൂടെ അല്ലേ, അങ്ങനെ തോന്നിയിട്ട് അതിലേക്ക് വരും അല്ലേ. അങ്ങനെ നന്മകള്, പിന്നെ അത്തരം നന്മകള് അങ്ങനെ ഈ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അറിയിക്കുന്നതിനെ കൊണ്ടോ അറിയുന്നതിനെ കൊണ്ടോ നമ്മളെ മനസ്സിലൊരു റിയാ വരാതിരുന്നാൽ മതി. മനസ്സിലൊരു ഫഹറോ പിന്നെ കിബറോ റിയാओ ഒന്നും വരാതെ സൂക്ഷിക്കുക. അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഇഖ്ലാസോട് കൂടി നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഇതുപോലെ തന്നെ വേറെ സ്ഥലത്ത് അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അതായത് ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരനായ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ പിശുക്ക് കാണിക്കുന്നവരെ. ശരിക്കും പിശുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, പിശുക്ക് എന്നുള്ളത് നരകത്തിൽ നിന്നുള്ള ഒരു വൃക്ഷത്തിന്റെ വേരുകളാണ്. പിന്നെ അപ്പോ അത് ആരെങ്കിലും പിടിച്ചാല് അവനെങ്ങോട്ടേക്ക് പോകും? നരകത്തിലേക്കായിരിക്കും അല്ലെ. സദഖ എന്നുള്ളത് സ്വർഗത്തിൽ നിന്നുള്ള വൃക്ഷത്തിന്റെ ശാഖകളാണ്. അതിലേക്ക് നമ്മൾ പിടിച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, സ്വർഗത്തിലേക്ക് പോകാം. പിശുക്ക് എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള വൃക്ഷത്തിന്റെ ഒരു വേരാന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പിടിച്ചാൽ അങ്ങോട്ടേക്കും പോകാം. നമ്മളില്ലേ ശരിക്കും ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ തന്നെ ഈ വിഷയം പറയുന്നില്ല അല്ലേ. സമ്പത്ത് നമുക്ക് എന്തിനോടാണോ കൂടുതൽ ഇഷ്ടം അതെല്ലാം എല്ലാ അർത്ഥകളെയാനാ പറഞ്ഞത് അല്ലേ. എല്ലാം ഒഴിവാക്കിയേ. എന്തിനോടും നമുക്ക് എന്ത് വേണ്ട, അങ്ങനെ കൂടുതൽ ഇഷ്ടം വേണ്ട. ഈ ദുനിയാവിനോട് തന്നെ വേണ്ട. ഈ ദുനിയാവിലെ ഒന്നിനോടും നമുക്ക് എന്ത് വേണ്ട, അങ്ങനെ പ്രത്യേകിച്ച് ഒരിഷ്ടം നമുക്ക് വേണ്ട. എന്തിനാന്നല്ലേ ശരിക്കും ചിന്തിച്ചാല് നമ്മൾ എന്തിനെല്ലാവോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും, വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടവും താല്പര്യവും ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി, നമ്മൾ മരണം അല്ലേ.
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരപ്പെടാം അല്ലേ? നമ്മൾ ഖബറിൽ അത്രേ ഉള്ളൂ. ശരിക്കും അത് ചിന്തിക്കണം. ആ അതല്ല നമ്മളെ വെറും വിചാരം മാത്രമാണ്. നമ്മളില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കൂല നമ്മൾ വിചാരിക്കും. നമ്മളില്ലെങ്കിൽ അത് അതെ 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 നമ്മളെ കാര്യങ്ങളെല്ലാം അപ്പം നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ നല്ല നല്ല ഈ പറഞ്ഞ നന്മകൾ, നമ്മളെ ജീവിതത്തിലെ നന്മകൾ നമ്മൾ പകർന്നു കൊടുക്കുക. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പകർന്നു കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? നമ്മളെ മക്കൾക്ക് തന്നെ അല്ലേ? നമ്മളെ കൂടെ സഹവസിക്കുന്നവർക്കാണ് നമ്മളെ നന്മകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പകർന്നു കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഈ ദാനധർമ്മങ്ങൾ, ഈ അങ്ങനത്തെ വിഷയങ്ങളെല്ലാം നമ്മൾ മക്കളെ നല്ല പ്രോത്സാഹനം കൊടുക്കണം. കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് അതിനോട് ഇഷ്ടം കൊടുക്കണം. ഒന്നിനോടും അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ ഒരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിലാകാൻ പാടില്ല നമ്മൾ അവരെ വളർത്തേണ്ടത്. വെച്ചാൽ ഇതൊന്നും നമ്മളതല്ല എന്നുള്ള രീതിയിൽ തന്നെ, ഇതിനൊന്നും നമുക്ക് കൂടുതൽ പ്രാധാന്യം ഇല്ല എന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മക്കളെ വളർത്തി കൊണ്ടുവരണം. എന്ത് കിട്ടിയാലും അതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ആ ഒരു സിദ്ധാന്തം ഉണ്ടാക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു കുഞ്ഞൊരു മുട്ടായി കിട്ടിയാലും പരസ്പരം അല്ലേ, സഹോദരങ്ങൾക്കിടയിൽ അത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ ചെറിയ പ്രായത്തിലെ. അതുപോലെ ആരെങ്കിലും വന്നാലും വേഗം കൊടുക്കാൻ അല്ലേ. ചില ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ മാറ്റി വെക്കുകയും ചെയ്യുക. അവർക്ക് കണ്ടാൽ അത് കൊടുക്കേണ്ടി വരുമല്ലോ. ഇത് വലിയ ഉമ്മമാര് ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാലില്ലേ, കുട്ടികളെ മനസ്സിൽ എന്താ വരാ? കൊടുക്കണ്ടെന്നുള്ള ചിന്തയല്ലേ വരാ അല്ലേ? ഇപ്പം കുറച്ച് മിഠായി നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അത് നമുക്ക് കുട്ടികൾക്ക് മാത്രം ഉള്ളതായിരിക്കും എന്ന് വിചാരിക്കാം. പെട്ടെന്ന് പിന്നെ റിലേറ്റീവ്സ് ആരെങ്കിലും കയറി വന്നു, അവരുടെ കൂടെ കുറെ കുട്ടികളുണ്ട് വിചാരിച്ചോ. അപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ അവർക്കൊന്നും കൊടുക്കാനില്ല, ഇത് അവിടെ എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുക. എന്താ ചെയ്യാ? മാഷാ അല്ലാ അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അല്ലെ, മാറിയില്ലേ? മാഷാ അല്ലാ. നമ്മൾ അങ്ങനെ വേണ്ടത്. അതെ, അൽഹംദുലില്ലാ. നമ്മൾ ഇത്രയും ക്ലാസ് ഇതെല്ലാം കേട്ടിട്ട് പിന്നെയും നമ്മൾ ഈ കുടുസായ ചിന്തയിലാണ് ജീവിക്കുന്നെങ്കിലോ അല്ലേ? അത്ര തന്നെ. മാഷാ അല്ലാ. നമ്മള് എൻ്റെ ആഴ്ചയിലും മാഷാ അല്ലാ കാര്യത്തിലെല്ലാം നല്ല ഉഷാറാണ്. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതുന്നുണ്ടാവും, എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൊടുക്കും. മാഷാ അല്ലാ. അത് നമ്മളങ്ങനെ ആ രീതിയിലേക്ക് ആവണം. കുട്ടികളെല്ലാം എന്തെങ്കിലും കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കുക. മദ്രസയിൽ നിന്നെല്ലാം എന്തെങ്കിലും കിട്ടിയാലെല്ലാം അനാനെല്ലാം കൊണ്ടുവരും ആയിഷാക്ക് കൊടുക്കാനും. എന്നിട്ട് കൊണ്ടാകാൻ ചിലപ്പോൾ അടിയാക്കലും ചെയ്യുവേ. അത് പിന്നെ കുട്ടികളല്ലേ. മാഷാ അല്ലാ. കൊടുക്കാതെ കാണിച്ചിട്ട് തരൂല എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കളിപ്പിച്ച് ഒക്കെ കൊടുക്കാനായിട്ടിരിക്കും, തിന്നാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാകാൻ. അത് പിന്നെ അവരുടേതായ കുറുമ്പും കുസൃതിയും അതൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. ഇപ്പം നമ്മൾ പിശുക്ക് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, പിശുക്ക് ഒരു അഹങ്കാരത്തിൻ്റെയും കൂടി അഹങ്കാരവും കൂടി വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിശുക്ക് എന്നുള്ള ഇത് നമ്മൾ ഈ സൂറത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവില്ലേ, നമ്മൾ ഈ പിന്നെ ചെലവഴിക്കുന്ന വിഷയം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ ആമിനു ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖലഫീന ഫീഹി അല്ലേ, ഫല്ലദീന ആമിനു മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. അങ്ങനെ തുടങ്ങി പിന്നെ വമാലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാ അല്ലേ. നിങ്ങൾക്ക് ഭയങ്കര ഒച്ച അല്ലേ. അല്ലാഹു തആല പ്രാതിനിധ്യം നൽകിയ, നിങ്ങൾക്ക് ഖിലാഫത്തായിട്ട് നമുക്ക് തന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളോട് ചെലവഴിക്കാനാണ് പറഞ്ഞത് അല്ലേ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തന്നത് എന്താണോ അതിൽ നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ചെലവഴിക്കാൻ എന്താ ഇത്ര മടി?
അല്ലെ? ആകാശഭൂമികളുടെ അനന്തരാവകാശം ആർക്കുള്ളതാ? അള്ളാൻ്റെതാണ് അല്ലേ? ഇതൊക്കെ അള്ളാൻ്റെതാണ്, പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്ര മടി എന്ന് പറഞ്ഞ് എന്നിട്ട് എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ നല്ല പ്രയാസവും പ്രതിസന്ധിയും ഉള്ള ഘട്ടത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് അല്ലെ, അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചെലവഴിക്കുന്നതിനേക്കാളും പ്രതിഫലം കൂടുതലുള്ളത്, അതും പറഞ്ഞു അല്ലേ? നല്ല അതായത് നമ്മൾ ആവശ്യക്കാരനായിരിക്കെ നമുക്ക് ആവശ്യമുണ്ട്, എന്നിട്ടും നമ്മൾ എന്താക്കുന്നു? അതിൽ നമ്മൾ കൊടുക്കുന്നു. ശരിക്കും അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിലേ നല്ല വിശാലമായ മനസ്സിന്റെ ഉടമകളായാലേ നമുക്കതിന് കഴിയും. നമ്മളൊരു ആവശ്യം മുമ്പിൽ നിൽക്കുന്നുണ്ട്, നമ്മളടുത്ത് കുറച്ച് പൈസ ഉണ്ട്, എന്നാൽ വേറൊരാൾ ഒരു അത്യാവശ്യമായിട്ട് വരുന്നു, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ്, എനിക്കിപ്പോൾ തരാൻ കഴിയില്ല, അങ്ങനെയല്ലേ നമ്മൾ പറയൂ? പൊതുവെ അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇപ്പം എൻ്റെ ആവശ്യത്തിന് ഞാൻ വേറെ ആരോട് ചോദിക്കാനാ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലേ? ശരിക്കും അവിടെ പോലും നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ? പിന്നെ ഫുള്ളായിട്ട് കൊടുക്കണ്ട. എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വെച്ചതാ, കാര്യങ്ങൾ പറയാം അല്ലേ? ഞാൻ അതിൽ നിന്ന് കുറച്ച് തരാം, നീ ബാക്കി പിന്നെ ആരോടെങ്കിലും ചോദിച്ചു എന്നുള്ള നിലക്ക് നമ്മൾ കുറച്ച് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ ആ കുറച്ച് വെച്ച കാര്യമില്ലേ, അതിനെ കൊണ്ട് തന്നെ നമ്മളെ ആവശ്യങ്ങൾ അല്ലാഹു തആല എന്താക്കി തരും? തീർത്തു തരും. കാരണം നമ്മളെ കാര്യങ്ങൾ നടത്തി തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ് അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മുടെ അടുത്ത് എത്ര പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ കാര്യം നടക്കണമെങ്കിൽ ആര് തീരുമാനം വേണം? അള്ളാഹിന്റെ തീരുമാനം വേണം. അല്ലാണ്ട് ഒരു പണമോ സൗകര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ കാര്യങ്ങൾ നടത്തി തരുന്നത് അല്ലേ? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരെ അല്ലേ? റബ്ബല്ലേ നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരേണ്ടത്. അള്ളാഹുൽ എന്താക്കുക? തവക്കുൽ ചെയ്യാം. അള്ളാഹു നമുക്കൊക്കെ അത്തരത്തിലുള്ള ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് ഈ സൂറത്തിൽ തന്നെ പറയുന്നില്ല, മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയദാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. അല്ലേ? അള്ളാഹുവിന് വേണ്ടി ആരാണ് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ, അവർക്ക് അള്ളാഹു തആല ഇരട്ടി ഇരട്ടിയായിട്ട് നൽകും എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹു നമ്മൾ കൊടുക്കുന്നതിന് പകരമായിട്ട് അള്ളാഹു ഇരട്ടിയായിട്ട് തരും എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്താകണ്ട? പേടി വേണ്ട, ഭയം വേണ്ട. അയ്യോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാണ്ടായി പോകുമോ എന്ന് നമ്മൾ എന്താക്കണ്ട? ഒരിക്കലും വിചാരിക്കണ്ട. ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മളൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ. നമ്മള് പിന്നെ സഹാബാക്കളെ ചരിത്രം പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു യുദ്ധാവസരത്തിൽ അവസാന സമയത്ത് ദാഹിച്ചിട്ട് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുത്ത് അടുത്ത ആൾക്ക് കൊടുത്ത് അടുത്ത ആൾക്ക് കൊടുത്ത് അപ്പത്തേക്ക് അടുത്ത അവർ മരിച്ച്, അങ്ങനെ ആദ്യത്തെ ആളത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർ മരണപ്പെട്ട്, അങ്ങനെ 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 ആർക്കും വെള്ളം ശരിക്കും അതെല്ലാം നമ്മളിങ്ങനെ ചരിത്രം പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ആവേശം കൊണ്ടിട്ട് ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല ഓർക്ക് കൊടുത്തേ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു മനസ്സിന്റെ വിശാലത നമുക്ക് എന്താകുന്നില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വേറൊരാൾ ഈ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ എന്താക്കും? അവരെ ഉപദേശിക്കും. ഉപദേശം കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഉപദേശം കൊടുക്കാൻ നമുക്ക് നല്ല ആവേശമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മളെ നേർക്ക് അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെന്തായി പോകുന്നു? മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകുന്നു. അള്ളാഹു തആല അല്ലേ ഏത് അവസ്ഥയിലും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹു തആല എന്താ പറയുന്നത്? വമൻ യതവല്ല ഫഇന്നല്ലാഹ യുഹിബ്ബുൽ ഗനിയ്യുൽ ഹമീദ്. ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അപ്പം ഇനി ആര് പിശുക്ക് കാണിച്ചാലും, ആര് അഹങ്കാരം കൊണ്ടോ പിശുക്ക് കൊണ്ടോ അള്ളാഹുവിനെ തൊട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞ് ജീവിച്ചാലും അള്ളാഹ്ക്ക് എന്തില്ല? ഒരു കുഴപ്പമില്ല അല്ലേ? അള്ളാഹുവിൽ നിന്ന് ഒന്നും കുറയാനോ കൂടാനോ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെതിന് ഒരു നഷ്ടം വരാനില്ല. അള്ളാഹു എന്താണ്?
ഗനിയാണ്, ഹമീദാണ്. അങ്ങേയറ്റം ധന്യനാണ്, മാത്രവുമല്ല ഹമീദുമാണ്, സ്തുത്യർഹനുമാണ് അല്ലാഹു. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്. ലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, റുസുലന, നമ്മുടെ റസൂലുകളെ, ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളും കൊണ്ട്, വ്യക്തമായ തെളിവുകളും കൊണ്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്? അല്ലാഹു തആല ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല വഅൻസൽനാ, നാം അയച്ചിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്, മഅഹും, അവരുടെ കൂടെ, അവരോടൊപ്പം, അൽ കിതാബ്, അല്ലേ, ഒരു ഗ്രന്ഥം, ഒരു വേദഗ്രന്ഥവും ഇറക്കിയിട്ടുണ്ട്. വൽ മീസാൻ, മീസാനും ഇറക്കിയിട്ടുണ്ട് എന്നാ പറയുന്നു. കിതാബ് മാത്രമല്ല മീസാനും. എന്തിനാ മീസാൻ പറയുന്ന അറിയോ? ലിയഖൂമന്നാസു ബിൽ ഖിസ്. ലിയഖൂമു, ലിയഖൂമ, ലിയഖൂമ എന്താണ്? നിലകൊള്ളുവാൻ വേണ്ടി. എന്തിന്? അന്നാസ്, ജനങ്ങൾ, ബിൽ ഖിസ്തി, ഖിസ്ത് എന്താ? നീതിയോടുകൂടി, നീതിമുറപ്രകാരം ജനങ്ങൾ നിലകൊള്ളാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല മീസാനും ഇറക്കിയിട്ടുണ്ട്, വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ അയച്ചു തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്? കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതെ, അതിൻ്റെ കൂടെ പറയുന്നേ, ഈ സൂറത്തിൻ്റെ പേര് തന്നെ ഹദീദ് എന്നാണ് അല്ലേ. ഹദീദ്, ഈ ആയത്തിലെ ഈ പരാമർശമാണ് ഈ സൂറത്തിന് ഹദീദ് എന്നുള്ള ആ ഒരു പേര് വരാൻ കാരണം എന്ന് പറയുന്നുണ്ട്. വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തു, അൽ ഹദീദ, ഹദീദ് എന്താ? ഇരുമ്പ് അല്ലേ. ഫീഹി, അതിലുണ്ട്, ബഅസുൻ ശദീദുൻ, ശക്തമായ, കഠിനമായ ശൂരത, ശക്തി, ആയോധന ശക്തി എന്നൊക്കെ പറയാം. പരീക്ഷണം എന്നുള്ള നിലക്കും പറയും. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപയോഗങ്ങളുണ്ട്, അതിലൊരു ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നെന്തിനു വേണ്ടിയും കൂടിയാ പറയുന്നേ? വലിയ അലമ, വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരേ. പിന്നെ അള്ളാഹു വലിയ അലമല്ല, അള്ളാഹു അറിയുവാൻ വേണ്ടിയും. എന്ത്? മയ്യൻസുറുഹു, ആരാണ് അവനെ സഹായിക്കുന്നത് എന്ന്. വറുസുലഹു, അവൻ്റെ ദൂതന്മാരെയും. ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയാണ്, ഷദീദാണ്. അപ്പം എന്താ പറഞ്ഞ? ഖവിയ്യുൻ അസീസ് എന്നല്ലേ പറഞ്ഞ? പ്രതാപശാലിയാണ്, ശക്തനാണ്, പ്രതാപശാലിയുമാണ്. ഇപ്പോൾ അള്ളാഹു ഇവിടെ നമ്മളോട് പറയുന്നത് എന്തെന്നറിയോ? നമ്മൾ ഈ ദുനിയാവിൽ മനുഷ്യന്മാർ യഥാർത്ഥ നീതിമുറ അനുസരിച്ച്, നീതിന്യായപ്രകാരം ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അള്ളാഹു റസൂലുകളെ അല്ലെ, പ്രവാചകന്മാരെ, നബിമാരെ അള്ളാഹു തആല അയച്ച്, പ്രവാചകന്മാരെ അള്ളാഹു തആല നിയോഗിച്ച്, വേദഗ്രന്ഥം നൽകി, പിന്നെ മീസാനും, എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്ക്, എല്ലാത്തിനും കണക്ക് പറയണമെന്ന് പറയുന്നില്ല അള്ളാഹിൻ്റെ അടുത്ത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ എന്താവൂല? ഉണ്ട് അല്ലേ.
നമ്മളെന്ത് പറയുന്നതും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതല്ല നമ്മള് ഇപ്പം പറയൂലേ, എനക്കൊന്നും അറിയണ്ടായിട്ടില്ല, അതുകൊണ്ടാ ഞാൻ ചെയ്യാണ്ടെന്ന്, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനതൊന്നും കേട്ടിട്ടില്ല, എനക്കതൊന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ആരും തടിയൂരാനൊന്നും നിക്കണ്ട എന്നുള്ളതാന്ന് പറയുന്നത്. ഇനിയിപ്പം കഴിയില്ല, ഇങ്ങനെയുള്ള പഠിക്കാരെല്ലാം ചേർന്നോണ്ട്. പഠിക്കാൻ ചേർന്നിട്ടില്ലെങ്കിലും കഴിയൂല. കാരണം എന്താ വെച്ചാല് ഇത് പഠിക്കാന്നുള്ളത് എന്താണ്, ഫരീളത്തുൻ അല്ലെ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാ പറഞ്ഞത്. അറിവ് നേടാന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. ആ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പഠിക്കണം, നമ്മളറിയണം. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥം നമുക്ക്, ഖുർആനിനെ നമുക്ക് ഇറക്കി തന്നത്. ഹുദൻ അല്ലെ, ഹുദൻ വ റഹ്മത്തുൻ. ആ ഹുദ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് പഠിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ പാരായണം ചെയ്താൽ മാത്രം കിട്ടോ? ആഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടാ. പ്രാർത്ഥിക്കുകയും ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. ശരിക്കും ഖുർആൻ എന്നുള്ളത് ഹുദ തന്നെയല്ലേ അല്ലേ? നമുക്ക് എല്ലാ നിലക്കും നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കാനുള്ള വലിയൊരു വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ ഇട്ട് തരികയാണ്. നമുക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? വഴി അറിയണം, വെളിച്ചം വേണം അല്ലേ? ആ വഴി അറിയിച്ചു തരാൻ, ആ വെളിച്ചം കാണിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ച്, നമ്മളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പ്രവാചകനാക്കി അല്ലാഹു തആല നിയോഗിച്ച് അയച്ചു തന്നു. പിന്നെ എല്ലാറ്റിനും ഒരു കണക്ക് കൃത്യത ഉണ്ട്. എല്ലാത്തിനും നമുക്ക് തോന്നിയതുപോലെ അങ്ങനെ ചെയ്യാന്നല്ല, എല്ലാത്തിനും എന്തുണ്ട്? ഒരു ചിട്ട ഉണ്ട് അല്ലേ? ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം തന്നെ, 5 നേരം ഫർളായ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കി. അത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലേ? എല്ലാത്തിലും അതിൻ്റെതായ നീതി ന്യായം ഉണ്ട്. നമ്മളെ ഇടപാടുകളിൽ അല്ലെ, കർമ്മങ്ങളിൽ അതിനൊരു ചിട്ടയുണ്ട്. നിസ്കാരമാവട്ടെ, നോമ്പായിക്കോട്ടെ, സക്കാത്ത് ആയിക്കോട്ടെ, ഹജ്ജ് ആയിക്കോട്ടെ, ഓരോന്നിനും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട് അല്ലേ? ഇനി ആൾക്കാരുമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലോ അവിടെയുണ്ട് അല്ലെ? നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഉരുളയിൽ നിന്ന് ഒരു വറ്റ് താഴെ പോയാൽ അതിനെപ്പോലും എന്താക്കും? നാളെ നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കലുണ്ട് അതിനെ കുറിച്ചിട്ട്? നമ്മൾ വേസ്റ്റ് ആക്കുന്നത് എത്രയാന്നല്ലേ? നമ്മളൊരു പ്ലേറ്റിൽ ചോറിട്ടിട്ട് തിന്നു കഴിഞ്ഞാൽ, നമ്മൾ തിന്നിട്ട് എണീച്ച് പോയാൽ അതെ, അല്ല അത് നമ്മൾ ബാക്കിയാവുന്നത് അങ്ങനെ കൊടുക്കുക കേട്ടാ. പക്ഷെ നമ്മളില്ലേ, തിന്നുമ്പോൾ എല്ലാം നല്ല മര്യാദ നമ്മൾ പാലിക്കണം. വേസ്റ്റ് ആകാണ്ട് പരമാവധി ശ്രദ്ധിക്കണം. വേസ്റ്റ് വരുന്നത് കൊടുത്താൽ മതി. അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ പാത്രത്തിൽ വേസ്റ്റ് ആക്കൊന്നും വേണ്ട. അതെ, കൊടുത്ത കൂലി തന്നെയാണ്. നായായാലും പൂച്ചയായാലും കാക്കയായാലും എന്തിനാണായാലും. അതെ, അതിൽ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്. നായക്ക് വെള്ളം കൊടുത്ത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മേശപ്പുറത്തെല്ലാം ഇതാവുമല്ലോ അല്ലേ? അതെല്ലാം നമ്മൾ വാരി കൊണ്ടുപോയി വേസ്റ്റിൻ്റെ ബക്കറ്റിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അത് ആർക്കും തിന്നാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭക്ഷണ വേസ്റ്റ് കഴിയുന്നതും ഈ പറയുന്ന പോലെ പുറത്ത് വേറെ തന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വരുന്നത് പൂച്ചയിലെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്, ഒന്നും വേസ്റ്റ് ആയി പോവില്ല. ഒരു മുള്ള് വരെ വേസ്റ്റ് ആവില്ല. കോഴിനെ വളർത്തുന്നവർക്ക് വെറുതെ ചാടുന്നത് ഒരു നിയ്യത്തോടെ ബിസ്മിൽ ചൊല്ലി കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതെ അതെ അതെ, ബിസ്മി ചൊല്ലി നിയത്ത് ചെയ്തിട്ട് കൊടുത്താൽ കൂലി ഉണ്ടാവും. നമ്മളില്ല എല്ലാം കൂടി വേസ്റ്റിലിടൂലേ?
വേസ്റ്റ് ബിന്നിൽ എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോ ഇല്ലേ, അത് പൂച്ചക്ക് ഒന്നും തിന്നാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടാവുക. പിന്നെ വളമാക്കാം, വളം അങ്ങനെ ആക്കുന്നതൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താം. അല്ല, വിശക്കുന്നേക്ക് കൊടുക്കാൻ കഴിയാത്ത സാധനങ്ങളുണ്ടല്ലോ. ആ, അങ്ങനെയുള്ളത് നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം. എന്തായാലും എല്ലാ കാര്യത്തിലും ഒരു നീതി, അല്ലേ, ഒരു ന്യായം, മുറ, അത് നമുക്ക് എന്താവണം, ഉണ്ടാകണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചതും പിന്നെ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയതും എല്ലാം അതിനു വേണ്ടിയാണെന്നാ പറയുന്നത്. പിന്നെ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രത്യേകമായിട്ട് പറഞ്ഞത് ഇരുമ്പിന്റെ കാര്യമാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് അത് പിന്നെ അതിലൊരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലേ? ശരിക്കും യുദ്ധാവസരങ്ങളിലെല്ലാം അന്നത്തെ കാലഘട്ടങ്ങളിൽ ആയുധം, അല്ലെ, അന്നും ഇന്നും എല്ലാം തന്നെ ഇരുമ്പെന്നുള്ളത് എന്താണ്, വളരെ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അതിനെക്കൊണ്ട് പ്രയോജനമുണ്ട്, അതിനെക്കൊണ്ട് എന്തുണ്ട്, അത് പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ട്, അല്ലേ? രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഈ മൊബൈൽ ഫോണ് നമുക്കെന്താണ്, നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ നല്ലതാ. എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, അല്ലേ? എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും ഉണ്ട്, അല്ലേ? എല്ലാം ഇല്ലേ? ക്ലാസ് വേണമെങ്കിൽ ക്ലാസ് കിട്ടും, ഇനി എന്തെങ്കിലും ബുക്ക് വായിക്കണമെങ്കിൽ ബുക്ക് വായിക്കാം. അതെ, അതും കൂടി കിട്ടിയാൽ പൂർത്തിയായി. അത് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നില്ല. ഏ അപ്പം ഈ പിന്നെ ഇരുമ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അത് നമുക്ക് നമ്മളെ നിത്യജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ നമുക്ക്, അതായത് നബി സല്ലല്ലാഹു പ്രവാചകന്മാർക്കും അനുയായികൾക്കും അവർക്ക് നേരെ വരുന്ന ശത്രുക്കൾക്കെതിരായിട്ട് എന്താക്കാം, അതിനെ ആയുധമായിട്ട് അങ്ങനെയും എന്താക്കാം, അതിനെ ഉപയോഗപ്പെടുത്താം, അല്ലേ? ഇപ്പോൾ കത്തി, നമുക്ക് കത്തി എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണല്ലോ, അല്ലേ? ഒരു കത്തി ഇല്ലെങ്കിൽ അടുക്കളയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോ അതിനെ നമുക്ക് എന്താക്കാം, നമ്മളാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാല് അവരെ കുത്താനും നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? ഉപയോഗിച്ചൂടെ? അതായത് നമ്മൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലെല്ലാം ഉപയോഗിക്കാം. നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആ ഒരു രീതിയിലാണ് ഈ ഇരുമ്പിൻ്റെ കാര്യം പിന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ കുറേ വിശദീകരണങ്ങൾ ഇങ്ങനെ പറയുന്ന വെച്ചാൽ, നമ്മളെ ഈ ഭൂമീൻ്റെ അത് പറയാം, അത് ആയിട്ടില്ല. അത് ഇതുവരെയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മനാഫിഉ ലിന്നാസ്, അതുവരെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ മീസാൻ പറഞ്ഞിട്ടില്ലല്ലോ. മീസാൻ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് വിധത്തിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് തുലാസ് എന്നുള്ള നിലക്കും, മറ്റേത് സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കും. അങ്ങനെ സത്യവും പിന്നെ ന്യായങ്ങളും, സത്യാസത്യങ്ങളും ന്യായങ്ങളും നീതികളും മൊത്തത്തിൽ തൂക്കിക്കണക്കാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്നുള്ള നിലക്ക് മീസാൻ പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, അല്ലേ? ഒരു തുലാസ്, നമ്മുടെ തുലാസ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയല്ലേ? അവിടെ നന്മയുടെയും തിന്മയുടെയും ഉണ്ട്, അല്ലേ?
രണ്ട് ഭാഗങ്ങളാണല്ലോ അവിടെ. മീസാന് രണ്ട് ഭാഗങ്ങളാ പറയുന്നത്. നന്മയും തൂക്കും തിന്മയും തൂക്കും. അതിൽ ഏതിനാണോ കനം കൂടുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങോട്ടുള്ള ഓരോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നന്മയുടെ തുലാസുകൾ കനമുള്ളതാകാൻ നമ്മൾ പരിശ്രമിക്കാം. പിന്നെ ദിക്റുകൾ മാത്രമല്ല, നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളൊക്കെ കനമുള്ളത് തന്നെയാണ് അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിയൊക്കെ മീസാനിൽ ഭയങ്കര കനമുള്ളതാണ്. പക്ഷേ നമുക്കില്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും ദിക്റുള്ളതാക്കി കഴിഞ്ഞാൽ എല്ലാം നമ്മളെ മീസാനിലേക്ക് എത്തി. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നത് പോലും അല്ലേ, ഉറങ്ങാൻ പോകുമ്പോൾ ഒന്നുമെല്ലാം എടുത്ത് ദിക്ർ ഇതെല്ലാം ചൊല്ലി സൂറത്തെല്ലാം ഓതി വലതുഭാഗം ചെരിഞ്ഞങ്ങ് കടന്നാൽ അൽഹംദുലില്ലാ അല്ലേ, നമ്മുടെ നന്മയുടെ തുലാസിൽ അവിടെ രേഖപ്പെടുത്തിയില്ലേ എല്ലാ കാര്യങ്ങളും. നമ്മളെ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാം, നമ്മൾ ചായ വെക്കുന്നതും ചോറുണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം എന്താക്കാം, എല്ലാം ഇബാദത്ത് തന്നെയാണ്. അതിലെ ഇബാദത്തിൻ്റെ ആസ്വാദനം, ആ മാധുര്യം നമുക്ക് കിട്ടണമെങ്കിൽ നല്ല നിയത്തോടു കൂടി ചെയ്താൽ മതി. നിയത്ത് മാറിപ്പോയാലോ, നിയത്ത് മാറിയാൽ ആ കൂലി കിട്ടൂല അല്ലേ. ഒരു മിനിറ്റ്. നമുക്കെല്ലാം നമ്മളെ തുലാസിൽ, നന്മയുടെ തുലാസിൽ കനമുള്ളതാക്കി മാറ്റാൻ കഴിയും നമ്മളെ മനസ്സിൽ നല്ല നിയത്തും ഇഖ്ലാസും ഉണ്ടെങ്കിൽ. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നല്ല നിയത്തോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രതിഫലമുള്ള കാര്യമാണ്. എല്ലാത്തിലും നമുക്ക് സുന്നത്ത് കൊണ്ടുവന്നൂടെ. എന്ത് പറഞ്ഞാൽ വെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാ കൊണ്ട് തുടങ്ങിയാൽ തന്നെ അതെന്തായി, അതിലൊരു സുന്നത്ത് വന്നില്ലേ അല്ലേ. എല്ലാ കാര്യം ബിസ്മില്ല, എന്ത് കാര്യവും ആ ബിസ്മില്ല നമ്മൾ മറക്കാതെ ചെയ്യുക. പിന്നെ വലത്തേതിന് മുന്തിക്കുക, അതൊക്കെ ഓരോ സുന്നത്തുകളല്ലേ. എല്ലാ കാര്യത്തിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തേ കാല് മുന്തിക്കുക, ചെരുപ്പിടുമ്പോൾ വലത്തേതിന് ശ്രദ്ധിക്കുക, അഴിക്കുമ്പോൾ ഇടത്തേത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രതിഫലം അല്ലേ. ഇപ്പം രോഗസന്ദർശനം വളരെ പ്രതിഫലമുള്ള കാര്യമല്ലേ അല്ലേ. 70,000 മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു രോഗിയായ ഒരാളെ നമ്മൾ സന്ദർശിക്കാൻ പോയ ആ സമയം മുതൽ തിരിച്ചു വരുന്നത് വരെ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന പറയും. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ ശ്രേഷ്ഠതയുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരാൾ രോഗിയായി, നമ്മൾ പിന്നെ നല്ല നിയത്തൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ സുഖമില്ലാണ്ടായി എന്ന് കേട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക അല്ലേ. പിന്നെ ഇവിടുന്ന് ആരും പോയിട്ടില്ലല്ലോ, നിങ്ങൾ ഇന്ന് ഞാൻ പോകണമല്ലോ നീ പോന്ന. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ നമ്മൾ പറയാം എന്നാ പിന്നെ നീ പോട്. അങ്ങനെ ഒരു നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഇത്രയും പ്രതിഫലമുണ്ട്. നാളെ നമ്മളോട് ചോദിക്കും, അള്ളാഹ് ചോദിക്കും എന്ന് പറയുന്നില്ലേ, ഞാൻ രോഗിയായപ്പോൾ നീ എന്താ വരാണ്ടെന്നേ എന്നാ അള്ളാഹ് ചോദിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. ഞാൻ വിശന്നപ്പോൾ നീ എന്താ എനിക്ക് ഭക്ഷണം തരാതിരുന്നേ. ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം വിശപ്പെടുക്കുമ്പോൾ അള്ളാഹ്ക്കാ നമ്മൾ കൊടുക്കുന്നേ അല്ലെ. ഒരു രോഗി സന്ദർശനം നടത്തുമ്പോൾ അള്ളാഹിനെ സന്ദർശിക്കുന്നേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതെല്ലാം നമ്മൾ ഓർമ്മിച്ചിട്ട് ഒരു രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മള് നന്മയുടെ തുലാസ് എത്ര കനമുള്ളതായിരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കാണ്ട് അവരിപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് പോയാലോ നിയത്ത് മാറി കൂലിയുമില്ല, ആണ് നഷ്ടക്കച്ചവടം അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മളെ ഭർത്താവിന്, നമ്മളെ മക്കൾക്ക്, നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ സേവനം ചെയ്യുന്നു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക് ചായ കൊടുക്കുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോൾ ഗതികേട് എന്താ അല്ലേ, ഇതെൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ, ഒന്ന് കിടക്കാനും സമ്മതിക്കൂല, ഇത് വിളിച്ചോണ്ടിരിക്കൂ, ഇങ്ങനെയെല്ലാം വിചാരിച്ച് മുഷ്കത്താക്കി കുറേ മുഷിഞ്ഞ് ഒന്ന് എണീച്ച് വന്നിട്ട് നമ്മൾ ആക്കി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും ഉണ്ടാവില്ല അല്ലേ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നിലും നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഇതെല്ലാം നമുക്ക് സ്വാഭാവികം വരുന്ന കാര്യങ്ങളാണല്ലേ പൊതുവെ. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും അറിഞ്ഞ് ഇതെല്ലാം കൂലിയുള്ള കാര്യമാണ്, ഇതെല്ലാം നമ്മളെ കടമയാണ്, ഇതെല്ലാം അള്ളാന്റെ തൃപ്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ എന്താക്കുക, അള്ളാന്റെ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് അടി കിട്ടും. ക്ഷമ പരീക്ഷിക്കില്ല. അല്ല അതന്നെ, ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂടെ കൂടെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും. അല്ലാ പിന്നെ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും എന്താക്കുക, നല്ല നിയത്തോടു കൂടി ചെയ്യാൻ, നിയത്ത് നന്നാക്കിയാൽ മതി. എന്ത് കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണേ അള്ളാഹ്, ഇതെൻ്റെ നീ എനിക്കിത് പ്രതിഫലം കിട്ടുന്ന കാര്യമാക്കി തരണേ റബ്ബേ എന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം നമുക്ക് ഉപകാരമുള്ളതായി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ നന്മയുടെ തുലാസിൽ മീസാനിൽ അത് ധനമുള്ളതായി മാറി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്താക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു വിഷയത്തിൽ നമ്മളെപ്പോഴും ആ ഒരു സൂക്ഷ്മത നമുക്ക് ഉണ്ടാവണം. ആ ഒരു മീസാൻ അല്ലെ, തുലാസ്, ആ സത്യങ്ങൾ വേർതിരിക്കുന്ന, തൂക്കി കണക്കാക്കുന്ന ആ ഒരു ഇത്. പിന്നെ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാനും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഓരോ അമലുകളായി നാളെ നന്മയുടെ തുലാസിൽ നല്ല ഘനമുള്ള അല്ലെ, ശരിക്കും പറഞ്ഞാൽ തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്ന അമലു സാലിഹാത്തിൽ പറയുന്ന കാര്യം എന്താ, നമ്മളെ സ്വഭാവം അല്ലേ, സൽസ്വഭാവം എന്നുള്ളത്. നമ്മളെ സ്വഭാവമാണ് ഏറ്റവും ഘനം തൂങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലും നമുക്ക് നല്ലൊരു കർമ്മമാക്കി നമുക്ക് മാറ്റാം. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവം നന്നാവേണ്ടത് ആരുടെ മുമ്പിലാണ്? അള്ളാഹുവിനോടാണ്. അങ്ങനെയല്ല, നമ്മൾ സ്വഭാവം എന്ന് വെച്ചപ്പോൾ ആൾക്കാരോടെല്ലാം നല്ല പെരുമാറ്റം, നല്ല സ്നേഹം, പിന്നെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാനെല്ലാം നല്ല ഇത്. പക്ഷെ രഹസ്യമായിട്ട് ഒരാൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലോ അവൻ ഏറ്റവും മോശ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് അവൻ പറയാം. കാരണം ആൾക്കാരോടെല്ലാം നല്ലത്, പക്ഷെ അള്ളാഹിന്റെ രഹസ്യം എന്ന് പറയുന്ന ഒറ്റയ്ക്കല്ലേ, ആരും കാണാണ്ട് ആരും കേൾക്കാത്ത സമയത്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്താണ്, അവൻ നല്ല സൽസ്വഭാവി എന്ന് പറയോ? ഇല്ല, അവൻ ഏറ്റവും ദുസ്വഭാവിയാന്ന് അവൻ. അതെ, നമ്മളപ്പോ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹിനോട് നമ്മൾ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്. അപ്പൊ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ആൾക്കാരോടുള്ള പെരുമാറ്റവും ഇതെല്ലാം മാത്രമാണ് അല്ലേ. എല്ലാവരോടും നല്ല ചിരിച്ച മുഖം, ആരോടൊരു മോശമായൊരു വാക്ക് പറയൂല, എന്താ വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, അങ്ങനെയൊക്കെ മാത്രമായിട്ട് നമ്മൾ രഹസ്യ ജീവിതം പാപങ്ങളിലാണെങ്കിൽ നമുക്കൊരിക്കലും എന്താവൂല, അത് നമ്മളൊരു സ്വഭാവിയായി മാറൂല. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെ രഹസ്യ ജീവിതം ഏറ്റവും സംശുദ്ധമായൊരു ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പറഞ്ഞത് എന്താ, മനാഫിഉ ലിന്നാസ് പറഞ്ഞ് വലിയഅലമല്ലാഹു മൻ യൻസുറുഹു. ഒരു മിനിറ്റേ, ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് എടുക്കട്ടെ. ഹലോ. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു അല്ലേ, അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ട് ആരാണ് അവനെ സഹായിക്കുക എന്ന്. വറുസുലഹു, അവൻ്റെ റസൂലുകളെയും അള്ളാഹുവിനെയും ആരാണ് സഹായിക്കുക എന്ന്. ബിൽ ഗൈബ് അല്ലേ, അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലുകളെയും സഹായിക്കാൻ ആരാണ് സഹായിക്കുക എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഇതെല്ലാം ഇറക്കിയത് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ റസൂലുകളെ അയച്ചന്ന്, കിതാബ് അയച്ചന്ന്, മീസാൻ അയച്ചു തന്നു, ഹദീദ്, ഇതെല്ലാം നമുക്ക് വേണ്ടി അള്ളാഹു തആല ചെയ്ത് തന്നത് എന്തിനു വേണ്ടിയാന്ന് പറയുന്നത്? അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാ ആരാ അള്ളാഹിനെ സഹായിക്കാനുള്ളത്. നമ്മൾ ഇതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ചോദിച്ചൊരു ഉത്തരം പറഞ്ഞിട്ടില്ലേ, അതിവിടെ അല്ല അല്ലേ. സൂറത്തുൽ
ആല ഇമ്രാനിൽ അല്ലേ, അഖ്റർത്തും അലാ ദാലിക്കും ഇസ്രി എന്ന് പറയുന്നില്ലേ, ആരാണ് എന്നെ സഹായിക്കാൻ ഉള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ ഖാലു അഖ്റർന എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് വെച്ചപ്പോൾ നമ്മളെല്ലാം ഉണ്ട് റബ്ബേ, ഞാനുണ്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അല്ല പറയുന്നു, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തന്നത്, ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നിങ്ങളെ മുമ്പിൽ ഒരുക്കി തന്നത് നിങ്ങളിൽ ആരാണ് എന്നെ അദൃശ്യമായി ഇല്ലേ രഹസ്യമായി എന്നെ സഹായിക്കുന്നത്, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും സഹായിക്കുന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അള്ളാഹിനെ സഹായിക്കാൻ കഴിയുക, അള്ളാഹിൻ്റെ റസൂലിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുക? ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ് അല്ലെ, അള്ളാഹു ശക്തനാണ്, പ്രതാപശാലിയാണ്. അള്ളാഹ്ക്ക് നമ്മളെ സഹായമൊന്നും ആവശ്യമില്ല. നമ്മൾ സഹായിച്ചാൽ നമ്മൾ ആരെ തന്നെയാണ് സഹായിക്കുന്നത്? നമ്മളെ തന്നെയാണ് അല്ലേ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്നല്ലേ പറഞ്ഞേ അല്ലേ. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നമ്മൾ എങ്ങനെ അള്ളാഹിനെ സഹായിക്കുക അതൊന്ന് പറഞ്ഞാട്ടെ. അതെ, നമ്മള് അത്ര അതന്നെ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവിടെ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹ്ക്കുള്ള അനുസരണ തന്നെയാണ് എന്ത് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിനോട് നമ്മൾ റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹുവേ. എല്ലാ കാര്യങ്ങളും എന്തും അല്ലേ. അള്ളാഹ് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ അലൈഹി സ്വലാമിനോട് കഅബ നിർമ്മിക്കാൻ പറഞ്ഞ് അവർ നിർമ്മിച്ച്, അവരെന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ തഖബ്ബൽ മിന്ന അല്ലേ. അള്ളാഹിൻ്റെ കൽപ്പന വന്ന് അവർ അനുസരിച്ച് അവർ പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ അള്ളാഹ് എന്നൊരു പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. നാവ് കൊണ്ട് പറയുകയും ചെയ്തോ. റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറയാൻ കുറേ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അല്ലേ. റബ്ബനാ തഖബ്ബൽ മിന്ന നമ്മളൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് എന്തായാലും പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം അല്ലേ. എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും റബ്ബനാ തഖബ്ബൽ മിന്ന. അത് ക്ലാസ് കഴിഞ്ഞാൽ ദ്വാരക്കേണ്ട ദ്വാന്ന് വിചാരിച്ചേക്കണ്ടാരും. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അതില്ലേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഏത് സമയത്തും നമുക്ക് ആ ഒരു പ്രാർത്ഥന നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. അത് വിട്ടു പോകാനേ പാടില്ല. അപ്പം അള്ളാഹു തആലക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആരാ അള്ളാഹിനെ സഹായിക്കാൻ ആരാ ഉള്ളത്, അള്ളാഹിൻ്റെ റസൂലിനെ സഹായിക്കാൻ ആരാ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ആയത്ത് അവതരിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹിൻ്റെ റസൂലിന് സഹായം ആവശ്യമുള്ള കാലഘട്ടമാണ് അല്ലേ. അവിടെ ഇരുമ്പ് അതെല്ലാം വളരെ പ്രസക്തമായതാണ്. അന്നും ഇന്നും എല്ലാം പ്രസക്തമായത് തന്നെയാണ്. അന്ന് പ്രത്യേകിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളും അല്ലേ പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അള്ളാഹിൻ്റെ റസൂലിനെ സഹായിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. അന്ന് യുദ്ധങ്ങളും അല്ലേ ഒരുപാട് യുദ്ധങ്ങളും പ്രതിസന്ധികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അവർക്ക് ജീവിച്ചിരിക്കെ അവർക്ക് സഹായിക്കാൻ അവസരങ്ങൾ ലഭിച്ച്. ഇന്ന് നമുക്ക് അതിനുള്ള അവസരം ഇല്ല നമുക്ക് അല്ലേ. പക്ഷെ നമുക്ക് എന്താക്കാം, നമുക്ക് നമ്മളെ ഈ ദീൻ അത് യഥാർത്ഥ രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനും നമുക്ക് എന്താക്കാം, പരിശ്രമിക്കാം. അതൊക്കെ എന്താണ്, ദീനിൻ്റെ പേരിലുള്ള അള്ളാഹുവിലേക്കുള്ള സഹായങ്ങളാണ് അതെല്ലാം. ഒരു ഇൽമ് നമ്മൾ അറിഞ്ഞ് പഠിച്ച് അതൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അതൊക്കെ എന്താണ്, ദീനിൻ്റെ പേരിലുള്ള അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സഹായങ്ങളാണ്. പിന്നെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളതും എല്ലാം തന്നെയാണ് അള്ളാഹ്ക്കുള്ള സഹായം തന്നെയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
ഷിർക്കും ഖുറാഫാത്തും ബിദഅത്തും പലതരത്തിൽ കടന്നു വരുന്നുണ്ട് അല്ലേ. ശരിക്കും ഞാനിപ്പോൾ അടുത്ത് കണ്ട ഒരു കാഴ്ച, പിന്നെ ഇപ്പൊ ഈ യൂട്യൂബിൽ നല്ല നല്ല ക്ലാസ്സും കാര്യങ്ങളിലുള്ള പോലെ തന്നെ വ്യാപകമായിട്ട് ഇതുണ്ട്. മറ്റേ ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ്, ഇതെല്ലാം ഉണ്ട്. ഒരു അറിവിന്നിലാവില്ലേ, ഇതിൻ്റെ മഗ്‌രിബ് മുതൽ രാത്രി വരെ ഇങ്ങനെ അത് വെച്ച് അത് നിസ്കരിക്കുമ്പോ ഇല്ലേ, ഞാൻ ഒരാൾ നിസ്കരിക്കുന്ന കണ്ടായിരുന്നു ഒരു കല്യാണ വീട്ടില്, ഓറില്ലേ അത് ഓഫാക്കുന്നില്ല, നിസ്കരിക്കുന്നുണ്ട് ബാങ്ക് കൊടുത്തേരോ, അപ്പോൾ അവിടെ സൈഡിൽ വെച്ചിട്ട് യൂട്യൂബിൽ ആടുന്ന് ഇങ്ങനെ അത് എന്തോ എത്രയോ എണ്ണം ചൊല്ലി തീർക്കണം, അങ്ങനെ എന്തോ കണക്കാറ്റുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അത് അവിടെ വെച്ചിനി. അമ്മ എന്താന്ന് എനിക്കറിയില്ല. ആ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ശിർക്കും കുഫ്റും വ്യാപിക്കുന്നുണ്ട് ഈ ലോകത്ത്. നമുക്ക് ഇതിനെതിരെയെല്ലാം ശബ്ദം ഉയർത്തണ്ടേ. ഒരു ഭാഗത്ത് നന്മ നല്ലപോലെ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഓരോന്ന് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെ ഞാനിങ്ങനെ കേട്ടേ ഒരു ക്ലിപ്പ്, ചെറിയൊരു ക്ലിപ്പ്. അയാൾ പറയുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും ഷെയ്ഖുൽ എന്താണ് ഹൗസുൽ ഔലം എന്താണ് എന്തോ ഒരു പേര് പറഞ്ഞേ, അവരോട് ദുആ ചെയ്താൽ മതി, അയാളെന്ന് എല്ലാ കാര്യം നടത്തിത്തരാം, അങ്ങനെയെന്ന് ഇങ്ങനെയെന്ന് ഇങ്ങനെ പറയുന്നത്. ഞാൻ വിചാരിച്ചു ഇയാൾ മുസ്ലിം എന്നോട് റബ്ബേ, എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഇത് ജൂതന്റെ ചാരനം ചെയ്ക്കോ? അതല്ല ശരിക്കും ഒരു മുസ്ലിമായ ജനിച്ച ആ വിശ്വസിക്കും അതിന്. ആ ആ വേറെ നാട്ടില് അങ്ങനെ പല വിധത്തിലും ശിർക്ക് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ അങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം ശരിയായ രീതി അള്ളാന്റെ കിതാബിൽ ഇങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പറയാനും പറഞ്ഞു കൊടുക്കാനും അവർക്ക് കേൾക്കാനും മനസ്സിലാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വിഷയവുമായി ബന്ധപ്പെടാത്തൊരു കാര്യം ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചിന്. അതെന്താന്ന് വെച്ചാൽ, ഷഅബാൻ മാസത്തിലാണല്ലോ നമ്മൾ ഓരോരുത്തരുള്ളത്. അൽഹംദുലില്ലാ, ഷഅബാനിലെ നമ്മൾ അറിയേണ്ടത് എന്നിട്ട് ഒരു അബ്ദുസലാം മോഹത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, യൂട്യൂബിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അത് എന്തായാലും കേൾക്കണം കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്ക് എത്ര കേട്ടാലും അറിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് വിശ്വാസികൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെടുന്നു പറയുന്നുണ്ടല്ലോ. ഷഅബാനിൽ കേൾക്കേണ്ടത് ഷഅബാനിൽ തന്നെ കേൾക്കണം അല്ലേ. അത് ശവ്വാലിൽ കേട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം അൽഹംദുലില്ലാ നമ്മൾ ഷഅബാൻ മാസത്തിലാണ്. റമളാനിനെ ഇങ്ങനെ തൊട്ട് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ആഫിയത്തോടെ പരിശുദ്ധ റമളാനിലെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഷഅബാനിന്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നതാണെന്ന് പറയുന്നുണ്ട് അല്ലേ. കൂടുതലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചെന്ന് പറയുന്നുണ്ട്. ഷഅബാനിൽ തീരെ നോമ്പെടുക്കാത്ത ആൾക്ക് ഷഅബാൻ 15-ന് ശേഷം പിന്നെ നോമ്പെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. തീരെ നോമ്പ് ഒന്നും എടുക്കാത്ത ഒരാൾക്ക് അതിന് ശേഷം എടുക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് പിന്നെ സ്ഥിരമായിട്ട് തിങ്കൾ വ്യാഴമൊക്കെ നോമ്പെടുക്കുന്ന 13, 14, 15 എടുക്കുന്നവർക്കൊക്കെ എന്താക്കാം, അത് കണ്ടിന്യൂ ചെയ്യാം. ഒന്നിടവിട്ട് എടുത്തവർക്കൊക്കെ തുടർന്ന് ഷഅബാൻ ലാസ്റ്റ് വരെ നോമ്പെടുക്കാം. ഇപ്പം ഷഅബാൻ 15-ൻ്റെ പറയാം. ഷഅബാൻ 15-ൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത അതൊന്നല്ല. ഷഅബാൻ 15-ന് പ്രത്യേകത ഉണ്ട്. അതെ, എല്ലാരും ഒന്നും അച്ചാക്കാണ്ട് നിന്നാട്ടെ. അയ ശബ്ദവും മറ്റേ ശബ്ദം എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഭയങ്കര വിഷമാകുന്നുണ്ട്. ഷഅബാൻ 15-ന്റെ പ്രത്യേകത എന്താന്ന് അറിയോ?
നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ കയറി ആ പോകുന്നത്. നമ്മളെ അമലുകള് കയറി പോകുന്നത് ഷാബാൻ 15 മാത്രമല്ല, അത് ഷാബാൻ മാസത്തിൽ പറയുന്നുണ്ട്. അത് ഈ മാസത്തിൽ അത് ഏത് ദിവസവും പ്രത്യേകം പറയുന്നൊന്നുമില്ല. ഷാബാൻ മാസത്തിൽ ആണ് നമ്മൾ വർഷത്തിലുള്ള നമ്മളെ അമലുകളുടെ കണക്ക് നോക്കുന്നത്. അത് എല്ലാ ദിവസവും ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ ഇത് കൊടുക്കുകയൊക്കെ ചെയ്തത്. അതല്ലാതെ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത പറയുന്ന ഈ ഷാബാൻ 15 പ്രത്യേകത പറയുന്നത് വെച്ചാൽ അന്നത്തെ ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്തു നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്നുണ്ട്. അന്ന് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നതാണ്. പക്ഷെ രണ്ട് വിഭാഗം ആളുകൾക്ക് ഒഴികെ എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ഹദീസ് ഞാൻ എടുത്തു വെച്ചിന്, പക്ഷെ കാണുന്നില്ല. അതെ അതെ അതെ, മാഷാ അല്ലാഹ്. അല്ലാതെ കറക്റ്റ് ആ ഹദീസ് തന്നെ പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ ലൈവായിട്ട് പോയി കേട്ടിട്ടുണ്ടായിരുന്നു. ആ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ലൈവായിട്ട് അവർ പോയി കേട്ടിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നവർക്കും മറ്റുള്ളവരോട് ആ ഷാഹിൻ, മുഷാഹിൻ എന്ന് പറയുന്നുണ്ട്. മുഷാഹിൻ അതായത് പിന്നെ ആളുകളുമായിട്ട് ബന്ധം ഇതാക്കാത്ത ആളെ കുറിച്ചിട്ട് തന്നെയാണ്. അതായത് അന്നത്തെ ദിവസം എല്ലാവർക്കും പുറത്തു കൊടുക്കും, 2 വിഭാഗം ആളുകൾക്കല്ലാതെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് നമ്മളെല്ലാവരും മനസ്സിൽ ഓർമ്മയിലുണ്ടാകണം. അതായത് ഒന്ന് പറയുന്നത് ഷിർക്ക് ചെയ്തവർക്കാണ്. ഷിർക്ക് ചെയ്തവർക്ക് ഒരിക്കലും പിന്നെ ഷിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല എന്താക്കൂല, ഈ പറഞ്ഞ ഈ ഷാബാൻ 15 ആ ഒരു ശ്രേഷ്ഠത കിട്ടൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഷാഹിൻ എന്നുള്ളതാണ് പറയുന്നത്. അതായത് പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ പിന്നെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരു അസ്വാരസ്യങ്ങളോ എന്തെങ്കിലും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. അതായത് ഒരാളോടും ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്കേ എന്താകൂ ഈ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ കിട്ടും. അതായത് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ 2 ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒന്ന്, ഷിർക്ക് വരാൻ പാടില്ല. പിന്നൊന്ന്, ആരോടും എന്തില്ല അല്ലേ, ഒരു സംഘടനാ തലത്തിലായിക്കോട്ടെ, ഒരു കുടുംബത്തിലായിക്കോട്ടെ, അയൽപക്കത്തിലായിക്കോട്ടെ, കൂട്ടുകാരിലായിക്കോട്ടെ, ആരോടും ഒരു പിണക്കമോ ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാണ്ട്, ഒരു മനസ്സിൽ അങ്ങനത്തെ യാതൊന്നും കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഫുൾ പുറത്തു കൊടുക്കുന്ന പറയുന്നു. അതെ, ഷിർക്ക് ചെയ്ത, അതായത് ഷിർക്ക് ചെയ്യുന്നവരെന്നാ ഉദ്ദേശിക്കുന്നത്. പണ്ട് ഷിർക്ക് ചെയ്ത ആളെന്നൊന്നല്ല. ഷിർക്ക് അറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ട് തൗബ ചെയ്താൽ അല്ലാഹു തആല എന്താക്കും, ഷിർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. എല്ലാ പാവവും തൗബ ചെയ്താൽ എല്ലാം പുറത്തു കൊടുക്കും. തൗബ ചെയ്താൽ പിന്നെ അവിടെ ഒന്നുമില്ല. തൗബ എന്തായാലും അല്ലാഹു സ്വീകരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ നമ്മളത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാതിരുന്നാൽ മതി. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ പിന്നെയും തൗബ ചെയ്താൽ പിന്നെയും പുറത്തു തരും, പിന്നെയും തൗബ ചെയ്താൽ പിന്നെയും പുറത്തു തരും. അങ്ങനെ നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നമുക്ക് എന്താണ് അല്ലാഹ് പാപങ്ങൾ പുറത്തു തരും എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തില്ല, ഈ പറഞ്ഞ ഇത് കിട്ടൂല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇല്ല, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പറയുന്നത് ഇതാണ്, കുടുംബ ബന്ധം, അതായത് ബന്ധങ്ങൾ നന്നാക്കുക. അത് ആരോടൊന്നല്ല, എല്ലാവരുമായിട്ടും. ശരിക്കും ഈ ഒരു ഹദീസ് ഓർമ്മിക്കുമ്പോൾ മറ്റൊരു ഹദീസില്ലേ, സ്വർഗാവകാശിയായ ഒരാളെ ഗുണം പറയുമ്പോൾ 3 തവണ സദസ്സിലേക്ക് കയറി വന്ന 3 ദിവസം കണ്ടിന്യൂസ് പറഞ്ഞ ആ ഒരു സഹാബിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നില്ലേ, എന്താണ് അവർക്കുള്ള ഗുണം പറഞ്ഞത്? ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല അല്ലേ. ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോൾ ഫുൾ ക്ലിയർ ആക്കിയിട്ടാണ് എന്താകുന്നത്,
ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ അങ്ങനെ ഒരു തെളിഞ്ഞ ഹൃദയം ഉണ്ടെങ്കിൽ തന്നെ എന്തായി, രക്ഷപ്പെട്ട് അല്ലേ? രക്ഷപ്പെട്ട് ആരടുത്തും എന്തില്ല, നമ്മളോട് ദേഷ്യമുള്ള ആളോട് നമുക്ക് ദേഷ്യമില്ല, നമ്മളെ ഉപദ്രവിച്ച ആളോട് നമുക്ക് ദേഷ്യമില്ല, അല്ലേ? നമുക്കൊരു ഉപകാരം ചെയ്യാത്ത ആളോടും നമുക്ക് എന്തില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. എന്താന്നല്ലേ, സ്വസ്ഥതയിൽ ജീവിച്ചൂടെ? എന്തിനാന്ന് ഈ ഭാരവും കൊണ്ട് നടക്കുന്നില്ലേ? ആരടുത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലില്ലേ, അത് പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. അത് തീർക്കാണ്ട് സമാധാനം കിട്ടൂല. അതുകൊണ്ട് ഒന്നും കൊണ്ട് നടക്കണ്ട അല്ലേ? ഒരു കട്ട ഉരുളക്കിഴങ്ങ് തക്കാളിയോ കുറേ നല്ലതിൻ്റെ അപ്പുറം വെച്ചാൽ എന്താകുക, ബാക്കിയുള്ളതും കൂടി കെടുകയും ചെയ്യും അല്ലേ? നമ്മളെ മനസ്സിൽ എന്താക്കണ്ട, കെട്ട ചിന്തകളൊന്നും വെക്കണ്ട, ആരെക്കുറിച്ച് ഒരു മോശം വിചാരിക്കേ വേണ്ട, നല്ലത് മാത്രം ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ധാരാളമായിട്ട് അല്ല മുഴുവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ, ഈ ശഅബാൻ 15 ഇത് ഉള്ള ശ്രേഷ്ഠതയാണ്. ഇതിൻ്റെ അപ്പുറം വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ശഅബാൻ 15 അന്നത്തെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം, അന്ന് രാത്രി എത്ര റക്അത്ത്, 100 റക്അത്ത് നിസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയൊന്നും ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. പ്രാർത്ഥിക്കാം. ഏ പിന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഷാബാൻ പിന്നെ ഇന്നത്രയാ 12 അല്ലേ അല്ലേ? അല്ല ഇന്ന് 11, നാളെ വ്യാഴം. ഇതുവരെ ഷാബാനായിട്ട് ഇതുവരെ ഒരു നോമ്പ് പോലും എടുക്കാത്ത ആൾക്ക് ഒരു ഓഫർ. നാളെ വ്യാഴാഴ്ച 12. വലൈക്കും സ്സലാം. ആ ഈ ബറാത്ത് നോമ്പ് ഞാൻ ഇതുവരെ അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ നമുക്കത് പറഞ്ഞ ഓരോരോ ഉസ്താദും അല്ലാഹുവിന്റെ ക്ലാസ് ശ്രദ്ധിക്കേ, അതായത് ഷഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കണം. ഇപ്പൊ ഷഅബാൻ 15, അതായത് 1 മുതൽ ഒരു നോമ്പും എടുക്കാണ്ട് ഷഅബാൻ 15 അന്ന് മാത്രം നോമ്പ് പ്രത്യേകമായിട്ട് അതിന് കുറേ പോരിശ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ആണ് അതിനെ എതിർത്തിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഷഅബാൻ 15 നോമ്പെടുക്കുന്നതിൽ എന്തില്ല, ഒരു തെറ്റുമില്ല. എന്ന് മാത്രമല്ല, അതൊരു ശ്രേഷ്ഠമാക്കപ്പെട്ടൊരു ദിവസം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇല്ലാത്ത ശ്രേഷ്ഠതകൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അതെന്താണ്, അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അല്ലാണ്ട് ആ ദിവസത്തിന് ഒരു ശ്രേഷ്ഠത ഇല്ലാത്തതല്ല. ഒരിക്കലും നമ്മൾ അതിനെ എതിർത്തിട്ടേയില്ല. നിങ്ങളെടുത്തോ, നാളെ വ്യാഴാഴ്ച ഒരു സുന്നത്ത് നോമ്പ് അല്ലെ? വ്യാഴാഴ്ചയിലെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം, ഷഅബാനിലൊരു വ്യാഴാഴ്ച, 12, 13 വെള്ളി, എല്ലാ അങ്ങനെ ഉണ്ടോ? നോക്കാം. 13, 14, 15, 13, 14, 15. പിന്നെ അങ്ങനെ നോമ്പെടുക്കുന്നവർക്ക് എന്താക്ക, ഈ 13, 14, 15 എല്ലാ മാസം എടുക്കുന്നവർക്ക് ആ 15 എന്താക്ക, നോമ്പെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവിടെ നോമ്പെടുക്കുന്നതിന് ആരും എന്താക്കിയിട്ടില്ല, വിരോധിച്ചിട്ടില്ല. അന്നൊരു പായസം വെക്കല് ഈ മുസ്ലിങ്ങൾക്കെല്ലാം ഉള്ള പോലത്തെ എന്തെല്ലോ ആചാരങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അത് തെറ്റാവുന്നുള്ളൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കാന്നെ. ഞാളില്ലേ ഞങ്ങളെ നാട്ടിലല്ല അങ്ങനല്ല, പൊതുവെ അത് ചെറുപ്പക്കാരാണത്. നിർബന്ധമല്ല അല്ലേ, ഇത് സുന്നത്തല്ലേ? കുട്ടികള് ഞാൻ പറയുന്നേക്കെ, കൃത്യമായിട്ട് നോമ്പ് എടുക്കും. പക്ഷെ ഞങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു നോമ്പ് പഠിച്ചോൻ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അതായത് ഒരു മാസം, എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുന്നത് ശ്രേഷ്ഠത ഉള്ളതാണ്, സുന്നത്താണ്, പ്രതിഫലം ഉള്ളതാണ്. മാസത്തിൽ ഒരു 3 നോമ്പ് എടുക്കാന്നുള്ളത്. അതായ ദിവസം മാത്രം നമ്മൾ പുണ്യം വേറെ എന്തെല്ലോ പോരിശ വിചാരിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിനെന്താക്കുന്നത്, എതിർക്കുന്നതും പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, വീണോ ഇല്ലാണ്ടായി പോകുന്നുണ്ടല്ലേ ഇതുകൊണ്ടൊക്കെ. ഇപ്പൊ നമുക്ക് കിട്ടുന്നോ കിട്ടാണ്ടായി പോകുന്നുണ്ടല്ലോ. ഞാൻ ഇതുവരെ ഞങ്ങൾ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇത് സംശയം ഞാൻ പറഞ്ഞുവിട്ടാ.
അതില്ലേ നമ്മൾ ഇതെല്ലാം അറിവിന്റെ പ്രശ്നമാണ്. നമ്മളല്ലേ എല്ലാ കാര്യങ്ങളും ഇല്ലേ അറിയേണ്ടതുപോലെ അറിയുകയും പഠിക്കുകയും ചെയ്യണം. നമ്മള് പിന്നെ ഇപ്പം ഞാൻ പറയാം, മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം. പക്ഷെ ചില ആൾക്കാർ വിചാരിക്കുന്ന മരിച്ചാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, ദുആ മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്ന് ഞാൻ പറയട്ടെ, പിന്നെ അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താക്കും, ഒന്നും ഒരു സദക്കയോ ഒന്നും കൊടുക്കില്ല ചില ആൾക്കാർ. അപ്പം എതിർത്തത് എന്തിനാണെന്നറിയോ? ഒരു 3-ന്റെ അന്ന് ഒരു അരിവാരലും അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു ആചാരം പോലെ ചില കാര്യങ്ങൾ ചെയ്യല്. അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എതിർത്തത്. പക്ഷെ ഒരിക്കലും നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു സദക്ക, പാവപ്പെട്ടവർക്ക് അരി കൊടുത്താലും പൈസ കൊടുത്താലും ഒന്നും എന്തില്ല, അവിടെ തെറ്റില്ല, അവിടെ കൊടുക്കാം. അങ്ങനെ ചില കാര്യങ്ങൾ എതിർത്തപ്പോ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞോ. അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ പിന്നെ മരിച്ചിട്ട് ഒരുപാട് ആൾക്കാര് ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. എന്തോന്ന് കൊണ്ടുപോകുമ്പോലെ കൊണ്ടുപോയി, ഒന്നും ചെല്ലാണ്ട് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് എതിർത്തിട്ടുണ്ട്. പക്ഷെ ഈ അവരറിവില്ലായ്മ കൊണ്ട് അവരെല്ലാം കഴിക്കൂ. അവരമ്മക്ക് കുറ്റം പറഞ്ഞൂടാ. മൂന്നാം ദിവസം കുറച്ചൊരു പ്രാർത്ഥന എല്ലാം ഉണ്ടാവും, ഒരു ദുആക്കാം. പക്ഷെ അവരില്ലേ പിന്നെ ഒരു 15-ന്റെ അന്ന് എല്ലാ കുട്ടികളും ഒന്ന് ഒത്തുകൂടും. പക്ഷെ ഞങ്ങൾക്കതൊന്നും ഇല്ലാണ്ട് ഒരു കുടുംബങ്ങൾ ഒത്തുകൂടുകയോ ഒന്ന് പ്രാർത്ഥിക്കുകയോ ഒന്നും ഇല്ലാത്തതിനോട്ട് മരിക്കാതെ ഒന്നാടെ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അല്ല, മരിച്ചാല് 15-ന് കൂടുതലും അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത തന്നെയാണ്. മരിച്ച 3 ദിവസം തന്നെയാണ്. ഒരു ശൂന്യതയെ കൂടി ഇങ്ങനെ പോയിട്ട് എന്തോ ഒരു വിഷമം വരും. ഒന്നുമില്ല. അങ്ങനെയല്ല, അതല്ല മക്കൾക്കെല്ലാം മക്കൾക്കൊക്കെ ചെയ്യാം, മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാം, അതിനൊന്നും കുഴപ്പേ ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക. നമ്മളില്ലേ ചില കാര്യങ്ങളെ അതൊന്നുമില്ലല്ലോ. എങ്ങനെ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ കർമ്മങ്ങളും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടില്ലേ സദക്ക ചെയ്യാ, പിന്നെ ഇപ്പൊ ഒരാടിനെ അറുത്ത് അവർക്ക് വേണ്ടി നിയത്താക്കിയിട്ട് ദാനം ചെയ്യാ, എല്ലാം ചെയ്യാം. ഹജ്ജും ഉംറയും ചെയ്യാ, ഒക്കെ ചെയ്യാം. അതാണ് അതിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തില്. നമ്മളെ വിഷയത്തിലേക്ക് വരാം. ശ്രദ്ധിക്കേ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പിന്നെ ബാങ്ക് കൊടുത്ത് നമുക്ക് പറയാൻ കഴിയൂല. നമ്മളില്ലേ ഈ കാര്യത്തിലൊന്നും കുറേ സംശയങ്ങൾക്ക് ഇടകൊടുക്കേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവുക. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാണ്ട് വേറെ എന്തെല്ലോ നമ്മൾ ചിന്തിക്കേണ്ട അവിടെ. അതിനിപ്പോൾ കുറേ കാലം നമ്മൾ അങ്ങനെ ചെയ്തിനി, ഇനി അറിഞ്ഞതിന് നമ്മൾ എന്താക്കണം, അതിനനുസരിച്ചിട്ട് മാറണം. എല്ലാത്തിനും പ്രത്യേകത ഉണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച രാവിന് ശ്രേഷ്ഠത ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന. ഇടയിൽ കയറി സംസാരിക്കല്ലേ പ്ലീസ്, ഞാൻ പറയട്ടെ. പറയുന്നതിന്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അതാണ് ഇത് ഒരു അദബിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുക എന്നുള്ളത് തെറ്റായൊരു കാര്യമാണ്. ഞാൻ പിന്നെ എനിക്കുള്ള കുറച്ച് ക്ഷമ തന്നോട് ഞാൻ പരമാവധി പിടിച്ചു നിൽക്കുന്നതാ. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. ചോദിച്ചിട്ട് അനുവാദം ചോദിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് സഹാബാക്കള് അത് ശ്രദ്ധിച്ച് കേൾക്കൂ. തിരിച്ചൊന്നും പറയൂല. ചോദിക്കാനൊക്കെ പലതും ഉണ്ടാവും, പക്ഷെ അപ്പൊ ഒന്നും ചോദിക്കൂല. അവരെ തലയിൽ ഒരു പക്ഷി വന്ന് കൂട് കെട്ടി മുട്ടയിട്ട് പോയാലും അവര് അനങ്ങൂല. അത്രയും ശ്രദ്ധിച്ചിട്ടാവില്ല അവർ കേൾക്കാന്. ഇപ്പൊ നമുക്ക് പറയാനും ചോദിക്കാനും കുറേ കാര്യങ്ങളുണ്ട്. സംശയം എന്ന് പറയുന്നത് ലോകാവസാനം വരെ തീരും ചെയ്യൂല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ കാര്യങ്ങൾ എന്താക്കാന്നറിയോ, പറയേണ്ടതുപോലെ പറയുമ്പോൾ കേൾക്കേണ്ടത് നമ്മൾ സമാധാനത്തിൽ കേൾക്കാം. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഉൾക്കൊള്ളാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാന സമയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അതല്ലെങ്കിൽ പിന്നീട് പേഴ്സണലായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ശ്രേഷ്ഠതകൾ ഉണ്ടാവും, എല്ലാത്തിനും ശ്രേഷ്ഠത ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ എന്താക്കുന്നറിയോ, ഇല്ലാത്ത കുറേ ആഡ് ചെയ്യും. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ശ്രേഷ്ഠത ഉണ്ട്, അത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ ഒന്നും ചെയ്യൂല. അന്നേരം ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പണ്ടുള്ള ആൾക്കാർ, പഴമക്കാർ എന്ത് പറയും, അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇല്ലാത്ത കുറേ കാര്യങ്ങളും കൂടി എന്താക്കും, അതിൽ കൂട്ടിച്ചേർക്കും. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അതന്നെയാണ് അന്നും ഇന്നും എല്ലാം പ്രശ്നങ്ങൾ വരുന്നത്. ഉള്ളതും ഇല്ലാത്തതും കൂടി കൂട്ടിച്ചേർക്കും. ഇപ്പം ബനൂ ഇസ്രായേലിൽ ജൂതന്മാർ ക്രിസ്ത്യാനികളും ചെയ്തത് എന്താണ്?
അള്ളാഹിന്റെ കിതാബിൽ അവരെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ ചേർത്തിട്ട് അവരെ ഗ്രന്ഥത്തെ മാറ്റിമറിച്ച്, അല്ലേ? അവരെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇതേ പ്രവൃത്തി തന്നെ ഇന്ന് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ വരുന്നത്. അതായത് ഇപ്പം ഇവർ പറഞ്ഞു, ഇപ്പം നമ്മൾ ഈ ബറാത്തിന്റെ ദിവസം 15 രാവിന് പ്രത്യേകത ഉണ്ട്, ശ്രേഷ്ഠത ഉണ്ട് പറയുമ്പോൾ അപ്പോൾ അവർ നോമ്പെടുക്കുന്നത് പിന്നെ തെറ്റില്ലാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും അവിടെ നോമ്പെടുക്കേണ്ട ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നത്തെ ദിവസത്തിന് വേറെയും കുറേ ഇല്ലാത്ത, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച് തരാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് കുറേ പോരിശ കൊടുത്ത്, അങ്ങനെ വിചാരിച്ചിട്ട് ശ്രേഷ്ഠത വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായി? അത് തെറ്റാവും. ഇല്ലാത്തതും കൂടി ഉള്ളതിൻ്റെ അപ്പുറം കൂട്ടിച്ചേർക്കുമ്പോൾ അത് തെറ്റാവും. അതാണ് നമ്മൾ എന്താക്കേണ്ടത്? ഒഴിവാക്കേണ്ടത്. അല്ലാതെ ഈ ഒരു രാവിന് ശ്രേഷ്ഠത ഉണ്ട്, പ്രത്യേകത ഉണ്ട്, അന്നത്തെ ദിവസം നോമ്പെടുക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം പോലും നോമ്പെടുക്കാണ്ട് അന്ന് മാത്രം എടുക്കുന്നത് എന്താവും? ചിലപ്പോൾ ഒരു തെറ്റായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഈ ശഅബാൻ മാസത്തിൻ്റെ ഈ ശ്രേഷ്ഠതയും പ്രത്യേകതയും മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ നാളെയും മറ്റന്നാളെയും എല്ലാം എന്തായിക്കോ? നോമ്പെടുത്തോ, അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ അറിയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള ഹൃദയവിശാലത അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാ കാര്യവും അങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കണം. ഇപ്പോൾ വെള്ളിയാഴ്ച രാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, വെള്ളിയാഴ്ച രാവിന് ശ്രേഷ്ഠത ഉണ്ട്, പ്രത്യേകത ഉണ്ട്. പക്ഷേ അത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ എന്തെല്ലോ ചൊല്ലാൻ, എന്തെല്ലോ ഇല്ലാത്ത കുറേ സ്വലാത്ത് ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലുന്നതിന് ശ്രേഷ്ഠത ഉണ്ട്. ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന സ്വലാത്തുകളെ നമ്മൾ ചൊല്ലാൻ പാടുള്ളൂ. അല്ലാണ്ട് നാരിയാത്ത് സ്വലാത്ത്, പിന്നെന്താണ് വേറെന്തെല്ലോ സ്വലാത്തെല്ലാം ഇല്ലേ, അതെല്ലാം എന്താണ്? ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ മൗലൂദ് ഓതൽ, റാത്തീബ് വയ്ക്കൽ, ഇതെല്ലാം കൊണ്ടുവന്നില്ലേ? അതെല്ലാം പോലത്തെ സംഭവം തന്നെ ഈ ബറാത്ത് രാവിലും ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ. അതാണെന്ത്? തെറ്റ്. അത് പാടില്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്താക്കുക? ഫോളോ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താകണ്ട? പോകണ്ട. ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ പറയുന്ന അവര് സഹാബാക്കളൊക്കെ കച്ചവടങ്ങൾ പോലും നിർത്തിയിട്ട് ഖുർആൻ പാരായണത്തിനും പിന്നെ ദിക്റുകൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി തയ്യാറാകാറുണ്ടായിരുന്നു. എന്നിട്ടൊരു ഹദീസിൽ പറയുന്നു, റമദാനിന് മുമ്പ് തൻ്റെ മനസ്സിനെ നന്നാക്കിയവന് മംഗളം. റമദാനിന് മുമ്പ് ഒരുങ്ങാൻ ഒരുപാട് പിന്നെ റമദാനിൽ ഖുർആൻ പാരായണം, പിന്നെ നോമ്പ്, ഇതെല്ലാം അധികരിപ്പിക്കാൻ പറയുന്നുണ്ട്. ഈ ആ ഹദീസ് ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താം. ആ ഹദീസ് നേരത്തെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, അത് കിട്ടിയപ്പോന്ന് പിന്നെ ചർച്ച വന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിനശ് ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയുടെ രാവിൽ, അതായത് ശഅബാനിന്റെ പകുതിയുടെ രാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? 15-ാം രാവിൽ തൻ്റെ അടിമകളിലേക്ക് നോക്കും. തൻ്റെ അടിമകളിലേക്ക് അല്ലാഹു തആല നോക്കും. എന്നിട്ട് മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും, മുശ്രിക്കിനും മുശാഹിനും ഒഴികെ. മുശ്രിക്ക് അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്യുന്ന ആൾക്ക് പുറത്തു കൊടുക്കൂല, മുശാഹിനും പുറത്തു കൊടുക്കൂല. ഈ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയുന്നത്? അയാളെന്ന് വെച്ചാൽ മനസ്സിൽ ആരോടെങ്കിലും ശത്രുതയും പകയും വെച്ച് പുലർത്തുന്ന, അങ്ങനെ ജീവിക്കുന്ന ആളെന്നാണ് പറയുന്നത്. അല്ല, ആരോടും മനസ്സിൽ ഒരു ഇതും വെച്ച് പുലർത്താൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് എന്താവൂല? ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ നോട്ടവും ആ പുറത്തു കൊടുക്കലും കിട്ടൂല. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെ മനസ്സ് എന്താക്കണം? പരിശുദ്ധമാക്കി ക്ലീൻ ആക്കിയിട്ട് ഇരുന്നോ. ഈ പറഞ്ഞ നോട്ടം കിട്ടും, ഈ പറഞ്ഞ പാപമോചനവും കിട്ടും. രക്ഷപ്പെട്ടില്ലേ? പിന്നെന്താ വേണ്ടത്? അല്ലേ? ബാങ്ക് കൊടുക്കുന്നുണ്ട്.